നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം IPL ക്രിക്കറ്റ് കിരീടമുയർത്തിയ RCBയുടെ വിജയാഘോഷം ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് ദുരന്തമായി മാറി. വിക്ടറി പരേഡാണ് ട്രാജഡിയിൽ കലാശിച്ചത്. 11 പേർ മരണപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക വിവരം. ഏകദേശം 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാണികളുടെ അനിയന്ത്രിതമായ തിരക്കാണ് അപകടത്തിൽ കലാശിച്ചത്. തിരക്ക് നിയന്ത്രിക്കാനുള്ള മുൻകരുതലുകൾ കർണാടക സർക്കാർ സ്വീകരിച്ചില്ല. വൻ സുരക്ഷാ വീഴ്ചയാണ് ബംഗളൂരുവിൽ സംഭവിച്ചത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പരോക്ഷമായി വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. വിജയാഘോഷം ദുരന്തമായിട്ടും സ്റ്റേഡിയത്തിനകത്ത് താരങ്ങളുടെ സ്വീകരണ പരിപാടി തുടർന്നുവെന്നതാണ് ഏറ്റവും ഖേദകരം. ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. BJP വക്താവ് യുവരാജ് ഗോകുൽ, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി കെ ബേബി, സാമൂഹ്യ നിരീക്ഷകരായ ഡോക്ടർ ആരിഫ് ഹുസൈൻ, വിദ്യാസാഗർ ഗുരുമൂർത്തി, ശ്രീജിത്ത് പണിക്ക, BCCI മാച്ച് റഫറി P രംഗനാഥൻ എന്നിവ ചേരുന്നു അതിഥികളായി. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ശ്രീ രംഗനാഥനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ രംഗനാഥൻ, വിജയാഘോഷം നല്ലതാണ്, പക്ഷേ അത് വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചിരിക്കുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് എന്താണ് സംഭവിച്ചത്? താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാം. ഈ വിക്ടറി പരേഡ് അതിന് നേരത്തെ അനുവാദമുണ്ടായിരുന്നില്ല. അതിനുശേഷം കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ ആ ഒരു ആഘോഷ പരിപാടി, ഇതിന് മുൻകൂട്ടി ഒരു രീതിയിലുള്ളൊരു സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരവിടെ വരുമെന്നോ ഒരു കണക്കോ ഒരു കാഴ്ചപ്പാടോ ഇതിൻ്റെ സംഘാടകർക്കോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ പോലീസിനോ അറിയില്ലായിരുന്നു. ഇത് അനിയന്ത്രിതമായി വളരെ ഷോക്കിംഗ് ആയിപ്പോയി. കാരണം ഇതിനു മുമ്പും നമ്മൾ വിക്ടറി പരേഡൊക്കെ മുംബൈയിൽ ഇന്ത്യ ലോകകപ്പ് വിജയിച്ചപ്പോൾ ഇതിലും തിങ്ങി നിറഞ്ഞ ആ ഒരു സ്ഥലമായിരുന്നു മറൈൻ ഡ്രൈവ്. അവിടെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നു. അത് വളരെ വളരെ കൃത്യതയോടുകൂടി വളരെ എന്താ പറയുക, അത് വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു ആ ഒരു വിക്ടറി സെലിബ്രേഷൻ. അത് രാജ്യത്ത് ജയിച്ചതാണ്, അതിന് ഇതിലും കൂടുതൽ ആവേശമുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു RCB എന്നുള്ളൊരു ടീമിന് വേണ്ടി അതിൽ എത്ര കർണാടക താരങ്ങളുണ്ട്, അതും ആലോചിക്കണം നമ്മൾ. പക്ഷേ ഇത് വളരെ ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഇതൊരു അനാവശ്യമായിട്ടുള്ളൊരു വിക്ടറി പരേഡും അല്ലെങ്കിൽ സെലിബ്രേഷൻ നടത്താം തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിനകത്ത്. അതിനിടയ്ക്ക് ഞാൻ കണ്ടു അത് ടിക്കറ്റ് വെച്ചാണ് അകത്തോട്ട് കാണികളെ വിട്ടതെന്ന്. പക്ഷേ ഇതൊന്നും ഒരു കൺട്രോളില്ലാതെ പോയത് തീർച്ചയായിട്ടും ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാരവിടെ വരും എന്നുള്ളൊരു കാഴ്ചപ്പാട് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത്, പേഴ്സണലായിട്ട് പറയുന്നു. വിക്ടറി RCB ജയിച്ചെങ്കിലും ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റോടുകൂടി അത് പൂർണ്ണമായിട്ടും ആ ഒരു വിജയത്തിൻ്റെ ആഘോഷം ഇല്ലാതായി എന്ന് വേണം പറയാനായിട്ട്. ശ്രീ രംഗനാഥ്, BCCI അറിയില്ല, ഈ ഇത്തരത്തിലൊരു വിക്ടറി പരേഡിനെ കുറിച്ച് BCCIക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ അങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് BCCIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. BCCIയുടെ അംഗീകാരം വേണോ ശരിക്ക് ഇത്തരത്തിൽ വിക്ടറി പരേഡ് സംഘടിപ്പിക്കാൻ? ഒരിക്കലും ആവശ്യമില്ല. കാരണം BCCI എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ബോഡിയാണ്. അത് നിയന്ത്രിക്കുന്നത് സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനെയും അതുകൂടാതെ തന്നെ ഇന്ത്യൻ ടീമിനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും RCB എന്ന് പറഞ്ഞൊരു ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ അവരുടെ മേലുള്ള നിയന്ത്രണം നമ്മളെല്ലാം അറിയാം. IPLൊക്കെ എത്ര നിയന്ത്രണമാണ്. എന്നാലും ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും BCCI മുന്നോട്ടത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു വിക്ടറി പരേഡോ അല്ലെങ്കിൽ വിക്ടറി സെലിബ്രേഷനെല്ലാം BCCIക്ക് അതിൽ യാതൊരു പങ്കുമില്ല. പക്ഷേ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അറിവോട് കൂടിയാണ് ഇത് നടന്നിരിക്കുന്നത്. കാരണം സ്റ്റേഡിയത്തിനകത്തുള്ള കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾക്ക് BCCIക്കോ അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനോ അതിൻ്റെ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്നില്ല. അത് പൂർണ്ണമായിട്ടും അവിടെ ഒരു പോലീസിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇത് ഒരിക്കലും നമുക്ക് നിയന്ത്രണാതീതമായിട്ടുള്ളൊരു ക്രൗഡ് അവിടെ വരുന്നു. അത് MG റോഡ് അറിയുന്നവർക്കറിയാം, ബ്രിഗേഡ് റോഡ് അറിയുന്നവർക്കറിയാം, ആ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുപാടുള്ളവർക്കറിയാം. അവിടെ ട്രാഫിക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഇത്രയധികം കാണികൾ അവിടെ മുൻകൂട്ടി വരുമെന്ന് അറിയുമെങ്കിൽ അതനുസരിച്ചുള്ള നിയന്ത്രണം, ആ നിയന്ത്രണം കൈവിട്ടു പോയതാണ് ഇവിടെ വരുന്നത്. ഇതിനും നമുക്ക് ഒരു പൂർണ്ണമായിട്ടൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഇതിന് പുറകിൽ വല്ല അട്ടിമറിയുണ്ടോ,
പക്ഷേ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനോ അല്ലെങ്കിൽ BCCO ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രൊഫസർ റോണി, 18 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു വിജയം ആഘോഷിക്കാനുള്ള വക ബംഗളൂരുകാർക്ക് ഉണ്ടാവുന്നത്. പലപ്പോഴും കയ്യെത്തും ദൂരത്ത് ആയിരുന്നു IPL ക്രിക്കറ്റ് കിരീടം, പക്ഷേ അത് നഷ്ടമായി. ഇന്നലെ രാത്രി തന്നെ ബംഗളൂരുവിൽ വലിയ ആഘോഷ പരിപാടികൾ ആയിരുന്നു. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു വൻ സ്വീകരണം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് നല്ല ബോധ്യം അവർക്കുണ്ടാവണം ആയിരുന്നു. പക്ഷേ ഒരു മുൻകരുതലും സ്വീകരിച്ചില്ല. അറിയാൻ സാധിച്ചത് ഇത്രയും വലിയൊരു അപകടം നടന്നപ്പോൾ അവിടെ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള മതിയായ ആംബുലൻസ് സംവിധാനം പോലും ഒരുക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ് നേരിട്ട് ഇറങ്ങി ഈ സ്വീകരണ പരിപാടിക്ക് അതിൻ്റെ മുന്നിൽ നിന്നത് അദ്ദേഹം തന്നെയാണ്. ദൃശ്യങ്ങളിലൊക്കെ അത് വ്യക്തമാണ്. അദ്ദേഹം മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മാപ്പ് ചോദിച്ചതുകൊണ്ട് തീരുന്ന പ്രശ്നമാണോ ഇത്? ഇത്രയും ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേഷൻ ഫെയിലിയർ തന്നെയല്ലേ? ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ RCB അവർ IPL കിരീടം നേടിയതിനു ശേഷം ഇന്നലെ രാത്രി തന്നെ ബാംഗ്ലൂരിൽ ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. ജനക്കൂട്ടം തെരുവിലിറങ്ങിയിരുന്നു. അതിനെയൊക്കെ പോലീസ് വളരെ ഫലപ്രദമായി തന്നെ നിയന്ത്രിച്ചിരുന്നു. ഇപ്പോഴാണ് ഇന്ന്, അതായത് അവർ ട്രോഫി നേടി ഒരു 20 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല, ഇന്ന് തന്നെ അവർക്ക് വലിയ സ്വീകരണം അവിടെ ഒരുക്കുന്നു. അത് സർക്കാർ തലത്തിലല്ല, അവിടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു വലിയ സ്വീകരണം ഒരുക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആദ്യം അതിന് കർണാടക പോലീസ് അനുമതി നിഷേധിച്ചു. കാരണം നമുക്കറിയാം, ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെങ്കിൽ അതിനകത്തൊരു കൂടിയാലോചനയൊക്കെ ഉണ്ടാവണം. അത് വിവിധ വകുപ്പുകൾ തമ്മിലും എല്ലാം ഇരുന്ന് കൂടിയാലോചിച്ച് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി, മുൻകരുതലുകൾ സ്വീകരിച്ച്, ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി. പക്ഷെ എന്ത് ചെയ്തു, ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അവരുടെ തീരുമാനമായി മുന്നോട്ട് പോയി. അവസാനം പിന്നെ രണ്ടാമതെന്നാൽ പോലീസ് പറഞ്ഞു, ശരി അങ്ങനെയെങ്കിൽ ഒരു വിക്ടറി പരേഡ് നമുക്ക് നടത്താം. അതിന് മാത്രം ഒരു പെർമിഷൻ എവിടെ തൊട്ടാണ്, വിധാൻസഭയുടെ അവിടെ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ ഒരു വിക്ടറി പരേഡ് നടത്തി നമുക്ക് ഈ ചടങ്ങ് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷെ അവിടെയും എന്ത് ചെയ്തു, നമ്മൾ കണ്ടു ഈ പറയുന്ന പോലീസിന്റെ മുൻകരുതല് അല്ലെങ്കിൽ പോലീസിന്റെ തീരുമാനം അതിനെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടാണ് ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറഞ്ഞുകൊണ്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അവിടെ വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ഇന്ന് സമൂഹ മാധ്യമങ്ങളാണല്ലോ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അത് അവർ മുഴുവൻ ഈ വളരെ തെറ്റായിട്ടുള്ള മെസ്സേജുകൾ ഇതിൻ്റെ അകത്ത് മുഴുവൻ പാസ് ചെയ്തു. അവിടെ ഫ്രീ പാസ് ഉണ്ട്, വരുന്നവർക്കെല്ലാം സൗജന്യമായിട്ട് പിന്നെ ഇവിടേക്ക് കടന്നു കയറാം. പക്ഷെ നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഏകദേശം 40,000 ആളുകളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയെ ആ സ്റ്റേഡിയത്തിലുള്ളൂ. പക്ഷെ അവിടെയുള്ള എല്ലാ ഗേറ്റുകളും, അവിടെ വന്ന മറ്റൊരു മിസ്ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ഗേറ്റുകളും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്നായിരുന്നു. പക്ഷെ ഇത് ശരിയല്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ഈ ജനക്കൂട്ടം പല ഗേറ്റുകളുടെ മുമ്പിൽ വന്ന് തടിച്ചുകൂടി. ഒരു ഗേറ്റ് തുറക്കുന്നു, മറ്റു ഗേറ്റ് തുറക്കുന്നില്ല. അപ്പൊ തുറന്ന ഗേറ്റിന്റെ അവിടെ നിന്നും തുറക്കാത്ത ഗേറ്റിന്റെ അവിടേക്ക് ആളുകൾ ഇരമ്പി എത്തുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വളരെ ദാരുണമായിട്ടുള്ള, വളരെ ദയനീയമായിട്ടുള്ള, പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, വളരെ കൃത്യമായിട്ടുള്ള ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ അത് ഇന്ത്യയുടെ ഒരു പൊതുവായ ഒരു പ്രവണതയാണ്. അതിനകത്ത് നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തിനൊക്കെ മുകളിലേക്ക് ഒക്കെ തീരുമാനങ്ങളും എടുക്കുവാനും നടപ്പാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളായി ഈ ക്രിക്കറ്റ് അസോസിയേഷനുകൾ, പ്രാദേശിക, ഞാൻ BCCA അല്ല ഇവിടെ ഞാൻ വിമർശിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഇതിന് വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട BCCAയുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ, ഇതിനു മുമ്പ് ഇന്ത്യ വലിയ വിജയങ്ങൾ നമ്മൾ നേടി, ഇതിനേക്കാളും ലക്ഷങ്ങൾ പങ്കിട്ട വലിയ സ്വീകരണ പരിപാടികൾ നടത്തി. പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. അല്ലാതെ ആഘോഷം നടന്ന് തൊട്ട് പിറ്റേ ദിവസമല്ല. ഇന്ന് ഇപ്പോൾ 20 മണിക്കൂറുകൾ 24 മണിക്കൂറുകൾ തികഞ്ഞിട്ടില്ല അവര് ആ കിരീടം നേടിയതിനു ശേഷം. എന്തിനാണ് ഇത്ര പെട്ടെന്ന്, ഇത് ആർക്കാണ് ഇത്രയും വലിയ ഒരു ആവേശം, ഇത്ര പെട്ടെന്ന് തന്നെ ഒരു സ്വീകരണം കൊടുക്കണം? ഞാൻ ഇതിന്റെ അകത്ത് പറഞ്ഞതുപോലെ, നമ്മൾ ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് എന്നതിനേക്കാൾ ഉപരിയായി വിരാട് കോഹ്ലി അദ്ദേഹം പിന്നെ വിരമിക്കാൻ പോകുന്നു, അദ്ദേഹം റിട്ടയർമെന്റിൽ ചെയ്യാൻ പോകുന്നു അല്ലെ എന്ന രീതിയിലൊക്കെ ഉള്ള പ്രസ്താവനകൾ വരികയുണ്ടായി. അപ്പോൾ RCB നേരത്തെ തന്നെ ഒരു അനൗൺസ്മെന്റ് ചെയ്തു, അദ്ദേഹത്തിന് വളരെ ഉചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പ് കൊടുക്കുന്നതാവും. ഇപ്പോൾ കർണാടകയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ഈ ക്രിക്കറ്റ് സ്നേഹികൾ അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്ന RCBയെ സ്നേഹിക്കുന്നവർ മാത്രമല്ല അവിടെ എത്തിയിരിക്കുന്നത്, തടിച്ചുകൂടിയത്.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന വിരാട് കോഹ്ലിയെ പിന്നെ ആരാധിക്കുന്നവര് ഇതൊരു ശരിയായ പ്രവണതയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന ക്രിക്കറ്റ് അസോസിയേഷനുകൾ അവര് ഈ പറയുന്ന പോലീസിനെ പോലും സമ്മർദ്ദത്തിലാക്കി, സർക്കാരുകളെ പോലും ഞാൻ അതിനെ ന്യായീകരിച്ചിട്ടല്ല പറയുന്നത്. സുരക്ഷ വീഴ്ചകൾ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ, കാരണം നമുക്കറിയാം വിലപ്പെട്ട ജീവനുകളാണ് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരു സാമൂഹ്യ അവസ്ഥ കൂടി അതിൻ്റെ അകത്ത് കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തെറ്റായ വാർത്തകളെല്ലാം പ്രചരിപ്പിച്ച് ഇതിന്റെ അകത്ത് മുതലെടുപ്പിന് വേണ്ടി ഒക്കെ ശ്രമിക്കുന്നു. കുറച്ചാളുകൾ പറയുന്നു അത് ഫ്രീ പാസ് ആണ്, കുറച്ചാളുകൾ പറയുന്നു അവിടെ പിന്നെ പണം മുടക്കി പാസ് എടുത്തുകൊണ്ട് വേണം പ്രവേശിക്കുവാനായിട്ട്. പോലീസ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. 5000-ഓളം പോലീസിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പ്രവേശന കവാടങ്ങളുടെ മുമ്പിലെല്ലാം ബാരിക്കേഡുകൾ വെച്ച് കൃത്യമായി തന്നെ ജനത്തെ തടയുവാനുള്ള ചെയ്തു. കാരണം ഇവര് പോലും അതിൽ DK ശിവകുമാർ പറഞ്ഞത് പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല, ജനബാഹുല്യം, ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ബാഹുല്യം നിങ്ങൾ കണ്ടതല്ലേ എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ എന്തുകൊണ്ട് ഈ ജനബാഹുല്യത്തെക്കുറിച്ച് സർക്കാരിന് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല നേരത്തെ? കാരണം ഞാൻ പറഞ്ഞത് ഒന്ന്, നമുക്കിത് ആന്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് അവിടെ ഇപ്പോൾ ഇത്രയും ടിക്കറ്റുകൾ വിറ്റ് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം മുന്നേ നമ്മളിപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അറിയാം, ആദ്യം ചോദിക്കും എത്ര ടിക്കറ്റുകൾ അവിടെ വിറ്റുപോയിട്ടുണ്ട്. ശരി, 80,000 ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാം. ഇത്ര ആളുകൾ വരും, നമുക്കപ്പോൾ അവരെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. ഇവിടെ എന്താ, ടിക്കറ്റ് വെച്ച് പോലും ഉള്ള ഒരു പരിപാടിയല്ല, ഫ്രീ പാസ് ആണെന്ന് പ്രചരിപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ അവരുടെ ഈ ട്വിറ്ററിൽ, അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ അവരിങ്ങനെ ഒരു വലിയ സ്വീകരണം ഒരുക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് 2 മണിയോ 2 ആയപ്പോൾ കണ്ടാണ് ഈ വാർത്ത ഒഫീഷ്യലായിട്ട് അവരുടെ ട്വിറ്ററിൽ വന്നത്. അതിന് താഴെ തന്നെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ആ ലിങ്ക് ഇതായിരുന്നു, ഫ്രീ പാസ്, വരുന്നവർക്കെല്ലാം ഫ്രീ പാസ് ഉണ്ടാവും. അത് 10-15 മിനിറ്റിനകത്ത് തന്നെ ആ കംപ്ലീറ്റ് പിന്നെ അവരുടെ വെബ്സൈറ്റ് തന്നെ പിന്നെ ഹാങ് ആയി പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ആളുകൾ ഇരച്ചു കയറിയായിരുന്നു ഫ്രീ പാസ് എന്ന് പറഞ്ഞാൽ. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇവിടുത്തെ ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്, അത് ഞാൻ പറഞ്ഞത് നമ്മൾ കർണാടകയിൽ മാത്രം എടുത്ത് പരിശോധിക്കേണ്ട ഒന്നല്ല. കാരണം ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ സ്വാധീനം, ആളുകളെല്ലാം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിന്റെ ഒരു ഇൻഫർമേഷനെ അല്ല. നമ്മളൊരു ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക അറിയിപ്പ് എന്താണ്, അല്ലെ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക അറിയിപ്പ് എന്താണ്, നമ്മൾ ആരും അതിന്റെ പുറകെ പോകാറില്ല. മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു, ഔദ്യോഗികമായിട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അറിയിപ്പ് വരുന്നു, ജനം അതിന്റെ പുറകെ പോകുമായിരുന്നു. സമൂഹ മാധ്യമങ്ങളോട് എന്തും പ്രചരിപ്പിക്കാം, ആർക്കും എന്തും. ആരാണ് അതിന്റെ ഉത്തരവാദി, ഏത് സോഴ്സ് ഓഫ് എന്നാണ് ഇൻഫർമേഷൻ വരുന്നത്, എന്ത് വിവരവും ആർക്കും. കാരണം ഇതിനകത്ത് സ്ഥാപിത താല്പര്യമാണ്, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ പോലീസിന് പോലും എക്സ്പെക്ട് ചെയ്യാത്ത പിന്നെ മറ്റൊരു കാര്യം പ്രശ്നമാണ്. കാരണം ഇങ്ങനെയുള്ള ഈ ക്രിക്കറ്റ് അസോസിയേഷനുകൾ അവര് ഈ പറയുന്ന പോലീസുമായിട്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കർണാടക പോലീസ് ആദ്യമേ അതിശക്തമായ സ്റ്റെപ്പ് എടുത്തതാണ്. ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് പറ്റില്ല, ഇത്ര ഷോർട്ട് നോട്ടീസിൽ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല, ഇതിന് അനുമതി നിഷേധിച്ചു. പിന്നീട് ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ കനത്ത സമ്മർദ്ദം ഉണ്ടാവുന്നു. രണ്ടാമത് പറയുന്നത് ശരി, അങ്ങനെയെങ്കിൽ വിക്ടറി പരേഡ് മാത്രം, സ്വീകരണമൊന്നുമില്ല, സ്റ്റേഡിയത്തില് പരിപാടികളൊന്നുമില്ല, വിധാൻസഭ മുതൽ ഈ പറയുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് അവിടെ വരെ മാത്രം വിക്ടറി പരേഡ്. അതാണല്ലോ നമ്മൾ എല്ലാ തവണയും നമ്മൾ കാണുന്നത് എങ്ങനെയാണ്. പക്ഷെ അതിനെയും മറികടന്നുകൊണ്ട് ഈ പറയുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്ത് സ്വീകരണം പിന്നെ അറേഞ്ച് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. അപ്പോൾ പുറത്ത്, കാരണം നമുക്ക് സമയത്ത് അറിയാം, കാരണം 10,000-കണക്കിന് ആളുകൾ തടിച്ചു കൂടുമ്പോൾ ആ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിലേക്ക് ഒരു എൻട്രി കിട്ടിയുള്ളൂ. അപ്പൊ ബാക്കി ആളുകൾ അവിടെ വന്ന് ഇടിച്ച് ആ ഗേറ്റിലേക്ക് കയറുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം വന്ന ഒരു മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാ ഗേറ്റുകളും ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്നായിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ പറയുന്ന പ്ലേയേഴ്സ് അവർക്ക് വേണ്ടി കയറുവാനുള്ള ഗേറ്റ് ഉണ്ട്. അങ്ങനത്തെ 1-2 ഗേറ്റുകൾ ഒഴികെ ബാക്കി ഗേറ്റുകളാണ് തുറന്നു കൊടുത്തത്. അപ്പൊ അവിടെ നിന്നും ഒരു ഗേറ്റിൽ നിന്നും മറ്റൊരു ഗേറ്റിലേക്ക് വന്ന ഒരു ക്രൗഡ് വയകളും. എനിക്ക് ഒറ്റക്കാര്യം എൻ്റെ അത് പറയാനുള്ളൂ, ഇത് ഒരു പാഠമായിരിക്കണം തീർച്ചയായിട്ടും. കാരണം ഇനിയും, കാരണം ഇപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ എല്ലാ ആര് ഒരു പരിപാടി സംഘടിപ്പിച്ചു കഴിഞ്ഞാലും, കാരണം അത്രമാത്രം ഈ സമൂഹ മാധ്യമങ്ങൾക്ക് കാരണം വളരെ പെട്ടെന്ന് തന്നെ ആരാധനകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തും സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നു എന്നതിന്റെ വളരെ കൃത്യമായ സൂചനയാണ്. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇതൊരു പാഠമാവണം. നമ്മള് പിന്നെ ഇതിനകത്ത് വീഴ്ച കൊണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്ത ആളുകൾക്കെതിരെ തീർച്ചയായും നടപടികളുണ്ടാവണം. ഈ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആണോ ഇതുപോലെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അതിനെ പിരിച്ചുവിടുവാൻ
PCC ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കണം എന്ന് ഞാൻ ഇവിടെ പറയുന്നു. കാരണം ഇത്ര ഇറസ്പോൺസിബിളായി, കാരണം നമുക്കറിയാം വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ മഹാനഗരങ്ങളിൽ ഒന്നാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. പിന്നെ കോടിയോളമാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് മറ്റൊരു കാര്യം നമുക്കറിയാം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള അത്രമാത്രം പിന്നെ യാത്രാ ബുദ്ധിമുട്ടുള്ള ഒരു മഹാനഗരമാണ് പിന്നെ ബാംഗ്ലൂർ എന്ന് പറയുന്നത്. കിലോമീറ്ററുകളോളം ബ്ലോക്ക് ആകുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആസൂത്രണവും ഇല്ലാതെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ ധാരാളം ഉത്തരവാദികൾ, അവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടികൾ പിന്നെ ഉണ്ടാകണമെന്നാണ് എനിക്കിവിടെ വിനീതമായിട്ട് പറയുവാനുള്ളത്. യുവരാജ്, RCBയുടെ വിക്ടറി പരേഡ് എന്നതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയത് ഇത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിൻ്റെ ഷോ എന്ന രീതിയിലാണ്. കാരണം ആദ്യന്തം അതിൽ നിറഞ്ഞ് നിന്നത് ശിവകുമാർ ആണ്. അപ്പോൾ ഇത് സർക്കാരാണ് സംഘടിപ്പിച്ചത് ഈ പരിപാടി. ഇപ്പോൾ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലയിൽ ചാരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചില്ല. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ തന്നെയല്ലേ? അല്ല, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഷോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഘോഷ പരിപാടിയുടെ മുമ്പിൽ അതിൻ്റെ ചുക്കാൻ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾക്കും അത്രയും പോപ്പുലാരിറ്റി വരും എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും അവരതിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിനകത്ത് ഞാൻ വലിയ തെറ്റ് കാണുന്നില്ല. തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നുള്ള നിലയിൽ തന്നെ അവരതിനെ എടുത്തു കാണും. അതിപ്പോൾ ചിലപ്പോൾ ആരായാലും ചെയ്യുമായിരിക്കും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പർട്ടിക്കുലർലി RCB എന്ന് പറയുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പ് കിട്ടുന്നതാണ്. അത് വലിയ ഒരു വിഷയമായിട്ട് കർണാടകത്തിലെ ഓരോരുത്തരുടെ ഉള്ളിൽ വലിയ വേദനയായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 29 ജൂണിനാണ് 2024 ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് കിട്ടുന്നത്. വാങ്കഡയിൽ മുംബൈയിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കപ്പെടുന്നത് 4-ാം തീയതിയോ 5-ാം തീയതിയോ ആണ്. അതായത് ഈ പരിപാടി വേൾഡ് കപ്പ് ഫൈനൽ കഴിഞ്ഞ് 4-5 ദിവസങ്ങൾക്ക് ശേഷം കൃത്യമായ പ്രിപ്പറേഷനുകളോടുകൂടി മാത്രമാണ് അത്തരത്തിലൊരു സെലിബ്രേഷനിലേക്ക് ആ ഒരു റോഡ് ഷോ നടത്തുന്നതിലേക്ക് പോയി. എന്നിട്ട് പോലും വാങ്കഡയിൽ വലിയ പ്രശ്നമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ആൾക്കാർ തിങ്ങി നിറയുകയും വലിയ പ്രശ്നങ്ങളുണ്ടായി. 4-5 ദിവസങ്ങൾക്ക് ശേഷം നടത്തിയിട്ട് പോലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി. അതിപ്പോൾ ഒരു വിരാട് കോഹ്ലി മാത്രം ആയിരുന്നില്ല, മുഴുവൻ ഇന്ത്യൻ ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു, എല്ലാവരുടെയും ആരാധകരുണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള ആൾക്കാരും രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വരാനുള്ള സമയം ഉണ്ടാകുന്നതെല്ലാം നേരത്തെ അനൗൺസ് ചെയ്യപ്പെട്ടതിന് ശേഷം നടത്തിയ പരിപാടിയായിരുന്നു. നോക്കൂ, ഇവിടെ നടന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ റോണി കെ ബേബി പറയുന്നുണ്ട്, എന്താണ് അവിടെ സർക്കാരെന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിലെ ഏറ്റവും വലിയ ഗുണ്ടകളാണ്. അവരിങ്ങനെ കയ്യൊക്കെ പിരിച്ച് മീശയൊക്കെ മുറുക്കി കാണിക്കുമ്പോഴേക്കും കർണാടക ഗവൺമെൻറ് മൊത്തത്തിൽ ഭയന്ന് മാറുന്ന സാഹചര്യമായിരുന്നു. അവർ പഞ്ചപാവങ്ങളായിരുന്നു, പച്ചവെള്ളം ചവച്ചു മാത്രം കുടിക്കുന്ന ആൾക്കാരായിരുന്നു എന്നാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞു ഇന്ന് നടത്തിയേ പറ്റൂ, അതുകൊണ്ട് നമുക്ക് നടത്തേണ്ടി വന്നു. എന്തായത് ഇങ്ങനെയാണോ ഒരു ഗവൺമെൻറ് പെരുമാറേണ്ടത്? ഇന്നലെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം മാത്രമാണ് അവർ വിജയിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ ഈ പറയുന്ന വിക്ടറി പരേഡും ഈ പറയുന്ന സെലിബ്രേഷനും ഒക്കെ നടത്തണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം ഇരിക്കുന്നത്? ഇനി പോലീസ് പറഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോലീസ് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താണ് ഇന്ന് നടത്തുന്നത് അപകടമാണ്, ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റില്ല, വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് തീർച്ചയായിട്ടും പറയും. ഇനി അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും നാളെ മറ്റാരെങ്കിലും ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായാലും പോലീസിൻ്റെ പണി ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ പോലീസിന് കൊടുക്കുന്ന ഇൻഫർമേഷനെ കളക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഗവൺമെൻറ്റിനാണുള്ളത്. അല്ലാണ്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇരിക്കുന്നത്? അവരുടെ ഭാഗത്തുനിന്ന് ആരെങ്കിലും പ്രഷർ ചെയ്താൽ പോലും അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടല്ലേ പക്വതയുള്ള രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് അധികാര കേന്ദ്രങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. അതിന് പകരം അവരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ വേണം. ഇതെന്ത് തരം ഭരണമാണ് അവർ നടത്തുന്നെങ്കിൽ പിന്നെ ഇവർക്ക് ഇതെല്ലാം പൂട്ടിക്കെട്ടി പോയിട്ട് പണിയെല്ലാം കൂടെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെ തന്നെ ഏൽപ്പിച്ചുകൂടെ? അവർ തന്നെ ലോ ആൻഡ് ഓർഡറും അവർ തന്നെ ബാക്കി കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യട്ടെന്നേ. ഞങ്ങളാരും അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്ന കാര്യം. പെട്ടെന്ന് അതാ നോക്കുമ്പോൾ ഒരാൾക്കൂട്ടം
ഞങ്ങൾ അവിടെ ചെന്ന് നിന്നു, ഇങ്ങനെയാണോ അതിനോട് പ്രതികരിക്കേണ്ടത്? അതും പോട്ടെ, ശ്രീ റോണി കെ ബേബി ഇതുവരെയും കണ്ടിട്ടുണ്ടാകില്ല എന്ന് തോന്നുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് പറയാതെ അങ്ങയുടെ ശ്രദ്ധയിൽ പെടാത്തതുകൊണ്ടായിരിക്കും. ആ സ്റ്റേഡിയത്തിനകത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. ചിത്രങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ, സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. അവിടുത്തെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, അവിടെ 11 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. 50-ലധികം പേര് ഇപ്പോഴും ജീവിക്കുമോ മരിക്കുമോ എന്ന് ഉറപ്പില്ലാതെ വളരെ സീരിയസ്ലി ഇഞ്ചേർഡായിട്ട് ആശുപത്രികളിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അകത്ത് ഇപ്പോഴും വിക്ടറി സെലിബ്രേഷൻ നിന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഗവൺമെൻറ്റിന് അതൊന്ന് നിർത്തുവാൻ പറയുവാനുള്ള നട്ടലുറപ്പ് പോലും ഇല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതിനുള്ള കഴിവോ കപ്പാസിറ്റിയോ പോലും അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനില്ലേ? അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ നമുക്കാർക്കും ഇപ്പോൾ അവിടെ നേരിട്ട് ചെന്ന് പരിശോധിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. നാഷണൽ മീഡിയയിൽ നിന്നും എക്സ് പോലുള്ള അവിടുത്തെ ലൈവായിട്ട് അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ അപകടത്തിലായി, ആൾക്കാർ മരിക്കുന്ന സാഹചര്യമുണ്ട്, അവരെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ പോലും അവിടെ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അതും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലയിലാണോ ഇരിക്കുന്നത്? അല്ല, എനിക്ക് ആഘോഷം നല്ലത് തന്നെയാണ്. ആഘോഷങ്ങളിൽ ഈ പറയുന്നത് പോലെ തന്നെ ആഘോഷത്തിൻ്റെ വൈകാരികത കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു വിസിബിലിറ്റിയുടെയും പബ്ലിസിറ്റിയുടെയും. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ಮಧ್ಯರಾತ್ರಿವರೆಗೂ ಕೂಡ ಟಾಟಾ IPL ಮ್ಯಾಚು ಫೈನಲ್ ನಡೆದಿತ್ತು ಅಹಮದಾಬಾದ್ನಲ್ಲಿ. ಇವತ್ತು ಆ ವಿಜಯೋತ್ಸವ ಆಚರಣೆ ಮಾಡಲಿಕ್ಕೆ ಕ್ರಿಕೆಟ್ ಅಸೋಸಿಯೇಷನ್ ಅವರು ಕಾರ್ಯಕ್ರಮ ಹಮ್ಮಿಕೊಂಡಿದ್ದರು. ಸರ್ಕಾರದ ವತಿಯಿಂದ ಕೂಡ ಕಾರ್ಯಕ್ರಮ ಏರ್ಪಾಡು ಮಾಡಿದ್ದಾರೆ. ಅಲ್ಲಿ ಈ ವಿಜಯೋತ್ಸವ ಆಚರಣೆ ಮಾಡ್ತಕ್ಕಂಥ ಸಂದರ್ಭದಲ್ಲಿ ಚಿನ್ನಸ್ವಾಮಿ ಕ್ರೀಡಾಂಗಣದಲ್ಲಿ ಬಹಳ ದೊಡ್ಡ ದುರಂತ ನಡೆದಿದೆ. ಜನ ಕಾಲು ತುಳಿತಕ್ಕೆ ಒಳಗಾಗಿ ಹನ್ನೊಂದು ಜನರು ಮೃತಪಟ್ಟಿದ್ದಾರೆ. ಮೂವತ್ಮೂರು ಜನರು ನೋವಿಗೆ ಒಳಪಟ್ಟಿದ್ದಾರೆ. ಇಂಜೂರ್ಡ್ 33 ಜನ. ನಾನು ಬೌರಿಂಗ್ ಹಾಸ್ಪಿಟಲ್ಗೆ, ವೈದೇಹಿ ಮಲ್ಯ ಹಾಸ್ಪಿಟಲ್ಗೆ ಭೇಟಿ ಕೊಟ್ಟಿದ್ದೆ. ಈ ಸಂಭ್ರಮ ಆಚರಣೆ ಮಾಡುವಾಗ ಇಂಥ ಒಂದು ದುರಂತ ನಡಿಬಾರ್ದಾಗಿತ್ತು. ಸರ್ಕಾರ ಇದಕ್ಕೋಸ್ಕರ ಬಹಳ ದುಃಖವನ್ನು ವ್ಯಕ್ತ ಮಾಡ್ತದೆ. ನಮ್ಮ ನಿರೀಕ್ಷೆಗೂ ಮೀರಿ
ಜನ ಅಭಿಮಾನಿಗಳು ಸೇರಿದರು. ವಿಧಾನಸೌಧದ ಎದುರುಗಡೆ ಸುಮಾರು 1 ಲಕ್ಷಕ್ಕೂ ಹೆಚ್ಚು ಜನ ಸೇರಿದ್ರು. ವಿಧಾನಸೌಧದ ಮುಂದೆ ನಡೆದಂಥ ಸಮಾರಂಭದಲ್ಲಿ ಯಾವುದೇ ಅನಿರೀಕ್ಷಿತ ಘಟನೆ ನಡೆದಿಲ್ಲ, ದುರಂತ ನಡೆದಿಲ್ಲ. ಆದರೆ ಚಿನ್ನಸ್ವಾಮಿ ಸ್ಟೇಡಿಯಂನಲ್ಲಿ ಈ ದುರಂತ ಆಗಿದೆ. ಯಾರು ಕೂಡ ಇದನ್ನ ನಿರೀಕ್ಷೆ ಮಾಡಿರಲಿಲ್ಲ. ಕ್ರಿಕೆಟ್ ಅಸೋಸಿಯೇಷನ್ ಅವರು ನಿರೀಕ್ಷೆ ಮಾಡಿರಲಿಲ್ಲ, ನಾವು ಕೂಡ ನಿರೀಕ್ಷೆ ಮಾಡಿರಲಿಲ್ಲ. ಕಾರಣ ಯಾಕಪ್ಪ ಅಂತಂದ್ರೆ, ಕ್ರಿಕೆಟ್ ಸ್ಟೇಡಿಯಂನಲ್ಲಿ 35,000 ಜನ ಕೂತ್ಕೊಳ್ತಕ್ಕಂಥ ಆಸನ ಇರ್ತಕ್ಕಂಥದ್ದು. ಕ್ರಿಕೆಟ್ ಸ್ಟೇಡಿಯಂನಲ್ಲಿ, ಚಿನ್ನಸ್ವಾಮಿ ಕ್ರಿಕೆಟ್ ಸ್ಟೇಡಿಯಂನಲ್ಲಿ 35 ಆಸನಗಳಿರ್ತಕ್ಕಂಥ ಸ್ಟೇಡಿಯಂ ಅದು. ಆದರೆ 2-3 ಲಕ್ಷ ಜನ ಬಂದ್ಬಿಟ್ಟಿದ್ದಾರೆ. ಲಕ್ಷ ಜನ ಬಂದಿದ್ದಾರೆ. ಮತ್ತೆ ನಿನ್ನೆ ಮ್ಯಾಚ್ ನಡೆದಿರೋದು ಸಾಯಂಕಾಲ, ನಮಗೆ ಬೆಳಿಗ್ಗೆ ಇದನ್ನು ಮಾಡಿರ್ತಕ್ಕಂಥದ್ದು ಕ್ರಿಕೆಟ್ ಅಸೋಸಿಯೇಷನ್ ಅವರು. ಹಾಗಾಗಿ ಯಾರು ಕೂಡ ನಿರೀಕ್ಷೆ ಮಾಡಿರಲಿಲ್ಲ. ಇಷ್ಟು ಜನ ಬರ್ತಾರೆ ಅಂತ ನಿರೀಕ್ಷೆ ಮಾಡಿರಲಿಲ್ಲ. ಸ್ಟೇಡಿಯಂನಲ್ಲಿ ಎಷ್ಟು ಕೆಪಾಸಿಟಿ ಇದೆ ಅಷ್ಟು ಜನ ಬರ್ಬೋದು, ಅದಕ್ಕಿಂತ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಜನ ಬರ್ಬೋದು ಅಂತ ನಿರೀಕ್ಷೆ ಇತ್ತು. ನಾನು ಸತ್ತ ಕುಟುಂಬದ ವಾರಸುದಾರರಿಗೆ, ಯಾಕಂದ್ರೆ ವಿಶೇಷವಾಗಿ ಹೆಚ್ಚು ಜನ ಸತ್ತಿರೋರು ಯುವಕರು, ಎಲ್ಲ ಯುವಕರೇ, ಯುವ ಜನಾಂಗದವ್ರೆ, ಹೆಣ್ಮಕ್ಳು ಗಂಡು ಮಕ್ಕಳು ಎಲ್ಲ ಸತ್ತಿದ್ದಾರೆ. ಹೆಣ್ಮಕ್ಳು ಸತ್ತಿದ್ದಾರೆ, ಗಂಡು ಮಕ್ಕಳು ಸತ್ತಿದ್ದಾರೆ. ಅವರ ಕುಟುಂಬದ ವಾರಸುದಾರರಿಗೆ ಸರ್ಕಾರ 10 ಲಕ್ಷ ರೂಪಾಯಿಗಳನ್ನು ಪರಿಹಾರವಾಗಿ ಕೊಡ್ತೀವಿ. ಸುಮಾರು 11 ಜನ ಸತ್ತಿದ್ದಾರೆ. 11 ಜನರಿಗೂ 10 ಲಕ್ಷ ರೂಪಾಯಿಗಳನ್ನು ಪರಿಹಾರವಾಗಿ ಕೊಡ್ತೇವೆ. ಮತ್ತೆ ಯಾರು ಗಾಯಗೊಂಡಿದ್ದಾರೆ ಅವ್ರಿಗೆಲ್ಲರಿಗೂ ಕೂಡ ಉಚಿತವಾಗಿ ಚಿಕಿತ್ಸೆ ಕೊಡ್ತಕ್ಕಂಥದ್ದನ್ನು ನಾನು ಈಗಾಗಲೇ ಸೂಚನೆ ಕೊಟ್ಟಿದ್ದೀನಿ. ಖಾಸಗಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಯಾರ್ಯಾರು ಚಿಕಿತ್ಸೆ ಪಡ್ಕೊಂಡಿದ್ದಾರೆ ಅವ್ರಿಗೂ ಕೂಡ ಚಿಕಿತ್ಸೆ ಖರ್ಚನ್ನು ಸರ್ಕಾರನೇ ಭರಿಸ್ತದೆ. ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆಗಳಲ್ಲಿ ಅಫ್ಕೋರ್ಸ್ ಬೌರಿಂಗ್ ಹಾಸ್ಪಿಟ್ಲಲ್ಲಿ ಫ್ರೀಯಾಗಿ ಎಲ್ಲರಿಗೂ ಉಚಿತವಾದಂಥ ಚಿಕಿತ್ಸೆ ಕೊಡ್ತೀವಿ. ಎಲ್ಲ ಗಾಯಾಳುಗಳಿಗೆ 33 ಜನ, ನನಗಿರೋ ಅಂಕಿಅಂಶಗಳ ಪ್ರಕಾರ 33 ಜನ, 11 ಜನ ಸತ್ತಿದ್ದಾರೆ. ಬಟ್ ಈ 33 ಜನರು ಕೂಡ ಅದೃಷ್ಟವಶಾತ್ 47 ಇಂಜರ್ಡ್
ಏಳ ಕೆಲವರು ಔಟ್ ಪೇಷಂಟ್ ಆಗಿ ಹೊಟ್ಟೋಗಿದ್ದಾರೆ, ಚಿಕಿತ್ಸೆ ಪಡ್ಕೊಂಡು ಹೊಟ್ಟೋಗಿದ್ದಾರೆ. ಅವರು ಸೇರಿಸಿದ್ರೆ 47 ಜನ. ಅವರೆಲ್ಲರೂ ಕೂಡ ಯಾರ್ಯಾರು ಇಂಜುರಿ ಆಗಿದೆ ಅವರೆಲ್ಲರೂ ಕೂಡ ನನಗೆ ಡಾಕ್ಟರ್ಗಳ ಜೊತೆ ಮಾತಾಡಿದ ಮೇಲೆ ನನಗೆ ಅವ್ರು ಹೇಳಿರೋ ಪ್ರಕಾರ ದೇ ಆರ್ ಆಲ್ ಔಟ್ ಆಫ್ ಡೇಂಜರ್. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വാർത്താ സമ്മേളനം ആണ് പ്രേക്ഷകർ കണ്ടത്. 11 പേർ മരണപ്പെട്ടു, 33 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കർണാടക ക്രിക്കറ്റ് അസോസിയേഷനാണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞ് വെക്കുന്നത്. വിധാൻ സൗദയ്ക്ക് പുറത്ത് തന്നെ ഏകദേശം 1 ലക്ഷത്തോളം പേർ തടിച്ചുകൂടി. അവിടെ കല്ലേറ് ഉണ്ടായിരുന്നു. മാത്രമല്ല, മൊത്തത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയത് 3 ലക്ഷത്തിലധികം ആളുകളാണെന്നും മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. അപകടം ഒഴിവാക്കാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. യുവരാജ്, അപകടം ഒഴിവാക്കാമായിരുന്നു, ഇങ്ങനെ ഒരു ദുരന്തം മുൻകൂട്ടി കണ്ടു എന്നും സിദ്ധരാമയ്യ പറയുന്നു. അപകടം ആരാണ് ഒഴിവാക്കേണ്ടത്? ക്രിക്കറ്റ് അസോസിയേഷൻ അല്ലല്ലോ കർണാടകം ഭരിക്കുന്നത്. അവിടെ തന്നെ ഇതൊരു കുറ്റസമ്മതമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്. അതായത് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഗവൺമെൻറ്റിന് അതിന് പരിപൂർണമായിട്ട് പെർമിഷൻ കൊടുക്കണം. ഈ പെർമിഷൻ നിഷേധിക്കുക എന്നുള്ളതല്ലല്ലോ, അവരോട് പറയാമല്ലോ. അതായത് വി ആർ നോട്ട് പ്രിപ്പയർഡ് എന്നവരോട് പറയുന്നതിനകത്ത് എന്താണ് തെറ്റും കുറ്റവും കുറവുമൊക്കെ ഇരിക്കുന്നത്? പ്രിപ്പയർഡ് അല്ല ഗവൺമെൻറ് ഇത്രയും വലിയ ഒരു ക്രൗഡിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയൊരു വിക്ടറി പരേഡ് നടക്കുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള മിഷനറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല എന്ന് വാ തുറന്ന് പറയുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവരവിടെ ഭരിക്കുവാനെന്ന് പറഞ്ഞിരിക്കുന്നത്? അവർക്ക് പറയാമായിരുന്നല്ലോ, ഇത് ഓക്കെ, ഇത് ആകെ 20 മണിക്കൂറേ ആയിട്ടുള്ളൂ, ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഈ പറയുന്ന പോലെ അൺപ്രസിഡൻ്റ് ആയിട്ടുള്ളൊരു ക്രൗഡായിരിക്കും ഇവിടെ വന്നു ചേരാൻ പോകുന്നത്, തീർച്ചയായിട്ടും അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകാതെ ഗവൺമെൻറ്റിനെ ഭീഷണിപ്പെടുത്തുവാനും വേണ്ടി ശേഷിയുള്ള ആൾക്കാരാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നത് എന്നാണോ പൊതുജനം മനസ്സിലാക്കേണ്ടുന്നത്? അങ്ങനെയൊന്നുമല്ല. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പഷ്ടമാണ് കാര്യം. DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം, കർണാടക ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഗുണഫലം അവർ കൂടി എടുക്കുക, വലിയൊരു പബ്ലിസിറ്റി വിഷയത്തിലേക്ക് അവർക്ക് കൂടി പോകാൻ കഴിയുക, അവരുടെ ഒരു നേട്ടം പോലെയൊക്കെ ഇതിനെ അവതരിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, അവതരിപ്പിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല, പൊളിറ്റിക്സ് ആണ്, അതിനകത്ത് അതൊക്കെ സംഭവിക്കും. പക്ഷേ ജനങ്ങളുടെ സുരക്ഷ എന്നുള്ളതിനായിരുന്നു കുറച്ചുകൂടി പ്രാമുഖ്യം കൊടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരല്പം കൂടി ടൈം എടുത്തു, ഒരു 2-3 ദിവസം, ഒരു 48 മണിക്കൂറെങ്കിലും സമയം എടുത്തിട്ടത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ. അത് മാത്രമല്ല, ഇനി അവിടെ മരിച്ചുപോയ 11 പേര്, ഈ 11 പേരുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി? കർണാടക ഗവൺമെൻറ് പറയുന്നത് ഞങ്ങളല്ല ഉത്തരവാദി, ക്രിക്കറ്റ് അസോസിയേഷൻ ഇനി അവരെ വെക്കാൻ തയ്യാറാവും. അങ്ങനെ ഇത് ആരാ ഇതിന് ഉത്തരവാദി? ആ 11 പേര് എത്രയോ സന്തോഷത്തോടു കൂടി വീട്ടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇവിടേക്ക് എത്തിയ ആൾക്കാരാണ്. ഇതിനെ മുഴുവൻ നമുക്ക് വാട്സാപ്പിൻ്റെ തലയിലേക്ക് മാത്രം വെക്കാൻ സാധിക്കുമെന്നേ. വാട്സാപ്പ് സംഭവം ശരി തന്നെയാണ്, അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഒരു മെസ്സേജ് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അത് പോകും. അതിന് ഗവൺമെൻറ്റിൻ്റെതായ മിഷനറീസ് ഇല്ലേന്നേ, അവർക്ക് ചാനലുകളില്ലേ, അവർക്ക് വാർത്താ ചാനലുകളിലൂടെ പറയാൻ പാടില്ലേ ഇതൊക്കെ ഫേക്കാണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം പറയാനുള്ള മിഷനറികളില്ലേ? ഇനി ഇതൊന്നും ഇല്ല, ഇതെല്ലാം വളരെ ഷോർട്ട് നോട്ടീസിൽ സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മുംബൈയിൽ ചെയ്തതുപോലെ തന്നെ, ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചതിന് ശേഷം വരുമ്പോൾ ചെയ്തതുപോലെ തന്നെ 4-5 ദിവസത്തെ സമയം എടുത്തതിന് ശേഷം മാത്രം ചെയ്യാമായിരുന്നല്ലോ. ഇനി ഗവൺമെൻറ്റിൻ്റെ യാതൊരു പെർമിഷനും ഇല്ലാതെയാണ് നടത്തിയെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ പറയാൻ സാധിക്കാതെ? കർണാടകയുടെ ഉപമുഖ്യമന്ത്രി തന്നെ അവിടെ വന്ന് നിൽക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ വിധാൻ സൗദയ്ക്കകത്ത് ഉൾപ്പെടെ ഇവർക്ക് വലിയ ട്രീറ്റ് കൊടുത്തിട്ട് ഇവരെ പറഞ്ഞ് അങ്ങോട്ടേക്ക് വിടണം. അപ്പോൾ എന്നിട്ട് പറയുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് പറയുക? ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഞാൻ ചോദിച്ചു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാവർക്കും ഓർമ്മ ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, 5-6 മാസങ്ങൾക്ക് മുമ്പ് പുഷ്പ 2 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത്
അതിൻ്റെ എന്താണ് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലു അർജുൻ ഒരു തിയേറ്ററിൽ വന്നപ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട്, ഒരു കുട്ടിയാണ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് അല്ലു അർജുനെ രാഖി രാമാനം വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന തെലങ്കാന ഗവൺമെൻറ്. അപ്പോൾ അത്ര പോലും എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് സഹിഷ്ണുത കാണിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അന്ന് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയൊരു അനാസ്ഥ ഇവിടെ കാണിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇവർ ഏറ്റെടുക്കുമോ ഇല്ലയോ? ഇത് ഗവൺമെൻറ് വരുത്തി വെച്ചിരിക്കുന്ന ഒരു വിനയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൗർഭാഗ്യവശാൽ ആ ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും പോകുന്നില്ല. ഓക്കെ, ആരിഫ് ഹുസൈൻ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ട്രാജഡി? ആരാണ് ഉത്തരവാദി? ആരാണ് ഉത്തരവാദി എന്ന് ഒറ്റവാക്കിൽ ഇവിടെ പറയാൻ കഴിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്, മൾട്ടി ഫാക്ടോറിയൽ തന്നെയാണ്. ഇതിൽ ജനങ്ങൾക്ക് പങ്കുണ്ട്, ഇതിലിവിടുത്തെ സിസ്റ്റത്തിന് പങ്കുണ്ട്, അതുപോലെ മറ്റ് പല ഘടകങ്ങൾ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇവിടെ പറയണ്ടായി, അതായത് ഇതിപ്പോൾ ഇത് നടത്തിയതുകൊണ്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടായത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ പറയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം കയോട്ടിക് ആയിട്ടുള്ള ഒരു സമൂഹമാണ്. നമുക്കത് സമ്മതിക്കുന്നതിൽ നമുക്ക് മടി വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത്രമാത്രം കയോട്ടിക്കാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു. ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കില്ല. നമ്മളിപ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പോകുന്നു, ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ പോലും കാണുന്നത് എന്താണ്? ചെറിയൊരു ക്രൗഡാണ്. പക്ഷേ അവിടെ പോലും നമ്മൾ കാണുന്നത് ഒരു ഉന്തും തള്ളു. ഒരു KSRTC ബസ്സിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? പോട്ടെ, എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുംബൈയിലെ ആ ഒരു ലോക്കൽ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഉന്തും തള്ളും. ഇതൊക്കെ ആളുകൾ ഒരു ടൈം ബോംബ് പോലെയാണ്. എന്ന് വെച്ചാൽ ഇത് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ മതി, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ നമ്മളിത് വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ കൊച്ചിയിൽ ഇവിടെ ക്യുസാറ്റിൽ ഒരു സംഗീത ഒരു ഷോ നടന്നപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സ്റ്റംപീഡ് ഉണ്ടായി, കുറേ കുട്ടികൾ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോഴും നമ്മളിതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? അതല്ല, ഈ ഒരു 2025 അല്ലെങ്കിൽ ഒരു 2024 മുതൽ ഇങ്ങോട്ട് ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഇതുപോലെയുള്ള അപകടങ്ങൾ നമ്മൾ കണ്ടു. കുംഭമേളയിലടക്കം, റെയിൽവേ സ്റ്റേഷനിലടക്കം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു അല്ലു അർജുൻ്റെ വിഷയം, അതുകൂടാതെ മറ്റ് പല തരത്തിലുള്ളത് കേരളത്തിൽ വെളിയിൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു വലിയൊരു എററുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് ഇത് ഒരു ആൾ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണ് എന്നുള്ള ഒരു സാമാന്യ ബോധം അതുണ്ടാകണം. അത് അത്രമാത്രം ലാഘവത്തോടുകൂടി കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് വരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒന്നാമത്തെ പ്രതി ആര്? ഞാൻ ഒരു പ്രതിയുടെ കാര്യമല്ല ഇവിടെ പറയാ, ആരാണ് ഉത്തരവാദി എന്നല്ല ഇവിടെ പറയാ. ഒന്നാമത്തെ ഉത്തരവാദി അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് ഇതിന് അനുമതി കൊടുക്കുകയും ഇതിന് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ ഒരു കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താതെ അലംഭാവം കാണിച്ചവരെ മുഖ്യമന്ത്രി തന്നെ പറയാണ് അനുമതി നൽകിയിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ആദ്യം അതെ, അനുമതി നൽകിയിട്ടില്ലെങ്കിൽ അത് തടയേണ്ട ഉത്തരവാദിത്വമല്ലേ? ഇത് സംഭവിച്ചു കഴിയുമ്പോഴാണോ ഇത് പറയേണ്ടത്? അല്ലല്ലോ. അനുമതി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞ മാത്രയിൽ തന്നെ അത് തടയേണ്ട ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കില്ലേ? അതല്ലേ അവിടെ ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ഇത് കൈവിട്ട് പോകുമ്പോൾ ഈ ബ്ലെയിം ഗെയിം എന്ന് പറയുന്ന സാധനം അതെല്ലാവർക്കും സാധിക്കും. അത് ഏത് കൊച്ചുകുട്ടിക്കും സാധിക്കുന്ന കാര്യം. ഞാനല്ല ഓനാണ് എന്ന് നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ കുട്ടിയും കോലും കളിക്കുമ്പോൾ പറയുന്ന സാധനമാണ്. അതൊക്കെ ഇവിടെ ഈ ഒരു മേഖലയിൽ ഇരുന്ന് പറയാന്ന് പറയുമ്പോൾ ഇതൊക്കെ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, ഇതിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇതുപോലെ ആൾ കൂടുന്ന അവസരങ്ങൾ കഴിയുന്നതും ഇതിൻ്റെ ഒരു വരുംവരായിക ആലോചിച്ചിട്ട് നമ്മൾ ഒഴിവാക്കുന്ന പല മേഖല ഉള്ള കൂട്ടത്തിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ അപകടമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. അത് നമുക്കൊരു ക്രൗഡോഫോബിയ എന്നുള്ള രീതിയിലോ എന്ത് വേണേലും വിളിക്കാം. പക്ഷേ ഇതൊരു സാധ്യതയാണ്, ഇതൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖലയാണെന്ന് കണ്ടറിഞ്ഞ് അതിനു വേണ്ട ഒരു ഡിസിപ്ലിൻ സ്വയം എടുക്കാനുള്ള എന്ത് ട്രെയിനിങ് ആണ് ഒരു ഇന്ത്യൻ പൗരനുള്ളത്? ഇത് നമ്മൾ ആദ്യം ചോദിക്കാം. അതാണ് ഞാൻ നേരത്തെ ഈ ഉദാഹരണം പറഞ്ഞത്. ട്രെയിനിൽ കയറാനോ ഒരു ബസ്സിൽ കയറാനോ ഒരു ടിക്കറ്റ് എടുക്കുന്നിടത്തോ നമ്മൾ ഇത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആൾ കൂടുന്ന ഒരു ഘട്ടത്തിൽ ഇതേ ഇന്ത്യൻ പൗരന്റെ ഭാഗത്ത് നിന്ന് അവിടെ ഇത് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അവിടെ മുന്നൊരുക്കം കൂടി നടത്താതിരിക്കുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ആയിരിക്കും എന്ന് നമ്മൾ ആലോചിക്കാം.
അവിടെയാണ് നമ്മൾ പറയുന്നത് ഇതിൽ ഒരാളെ മാത്രം ഉത്തരവാദിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്തൊരു ബ്ലെയിം ഗെയിമിന് നമ്മൾ തലവെച്ച് കൊടുത്തുകൊണ്ടോ ഇത് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇത് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്ന കൂട്ടത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത് അടിസ്ഥാനപരമായിട്ട് ഈ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിവിക് സെൻസ് അത് നമ്മളെ നാട്ടുകാർക്ക് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ സിവിക് സെൻസ് നാട്ടുകാർക്കുണ്ടെങ്കിൽ ആ നാട്ടുകാരിൽ നിന്നും ഉയർന്നു വരുന്ന രാഷ്ട്രീയക്കാർ, ആ നാട്ടുകാരിൽ നിന്ന് ഉയർന്നു വരുന്ന സർക്കാരുകൾ, അവർക്കും ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവുകയും ഈ സിസ്റ്റം അവിടെ ഫംഗ്ഷനിങ് ആക്കാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള പണി ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നു, പല രീതിയിൽ അത് ചെയ്തു വെക്കുന്നു. അത് നമ്മൾ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നല്ല മോഡൽസ് ലോകത്തുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ ഉദാഹരണമായിട്ട് പറയാറുള്ളത് ജാപ്പാനിലെ മോഡലാണ് പറയുക. അവിടെ അവർ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ, അവിടെ അത് വിജയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവരുടെ സിസ്റ്റം മാത്രമല്ല, നമ്മൾ ജാപ്പാനീസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് പോലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരെങ്ങനെയാണ് റോബോട്ട് നടന്നു പോകുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും അനുസരിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അത് ഒഴിവാക്കാനുള്ള, വ്യാപ്തി കുറയ്ക്കാന്നല്ല ഈ പറയുന്നത്, ദുരന്തം ഉണ്ടാകുന്നത് ഒഴിവാക്കാനുള്ള വഴി എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്തൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തിയിട്ട് ഇതിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിൽ നമുക്കൊക്കെ പങ്കുണ്ട്. നമ്മളും ഇതിനകത്ത് ഒരു ദുരന്തം നമ്മൾ കാംക്ഷിച്ചിങ്ങനെ ഇരിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. എവിടെ വേണേലും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇത് എപ്പോൾ വേണേലും ആർക്ക് വേണേലും ഏത് ഇന്ത്യക്കാരന് വേണേലും സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിലൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് പ്രോപ്പറായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇതിന് ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവബോധം, എഡ്യൂക്കേഷൻ, അവയർനെസ് അതൊരു വശത്ത്, ഇതിൻ്റെ തടയാൻ വേണ്ടിയിട്ടുള്ള വഴികൾ മറുവശത്ത്, ഇത് രണ്ടും ചെയ്ത് പാരലലി കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കും. ഇത് സംഭവിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എടുക്കാൻ പറ്റുന്ന മുതലെടുപ്പുകൾ അതിനു വേണ്ടിയിട്ട് ഇത് മാറ്റുന്നതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തലവെക്കാൻ നമ്മളില്ല, അതിലൊരു കഴമ്പുമില്ല. കാരണം എന്താണ്? അത് കുറച്ച് നാൾ പറയും, 2 ആഴ്ച പറയും, അത് കഴിയുമ്പോൾ തീരും. അടുത്ത ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ വീണ്ടും ഇറങ്ങിത്തിരിക്കും ഇതേ ആളുകൾ. അതിനോട് നമുക്ക് താല്പര്യമൊന്നുമില്ല. കോൺഗ്രസ് ആയാലും BJP ആയാലും ആരായാലും ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് കുരുതി കൊടുക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവൻ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം, അതിനുവേണ്ട പശ്ചാത്തലം നമ്മൾ ഒരുക്കണം, എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ ഇതിങ്ങനെ ഇരുന്ന് പറയുന്നതിൽ വലിയ കഴമ്പില്ല എന്നാണ് പറയുക. അത് ഇനിയെങ്കിലും ചിന്തിച്ച് തുടങ്ങാനുള്ള സമയമായി എന്നുള്ളതാണ്. അതിന് നമ്മളാലാവുന്ന എന്ത് ചെയ്യാം അതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടതെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. എല്ലായിടത്തും തിക്കും തിരക്കും ഉണ്ടാക്കും. ഇപ്പോൾ ട്രെയിൻ കയറാൻ പോകുന്നിടത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുക, ബസ് കയറുന്നിടത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുക, സിനിമാ ടാക്കീസിൽ തിക്കും തിരക്കും ഉണ്ടാക്കുക. ഈ രംഗനാഥ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്, അതായത് 11 പേർ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ച സമയത്ത് അകത്ത് ആഘോഷം നടക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ താരങ്ങൾ ഈ പുറത്ത് നടന്നതിനെക്കുറിച്ച്, ഈ ദുരന്തത്തെക്കുറിച്ച് അവർക്ക് ഒരുപക്ഷെ അറിവില്ലായിരിക്കാം, അറിയിക്കേണ്ടവർ അറിയിച്ച് കാണില്ല. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളും ഇവിടെ ദുരന്തം നടന്നപ്പോൾ അകത്ത് ആഘോഷം തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളും കാണാൻ ഇടയായി എന്നുള്ളതാണ്. അനിൽ, ഇതിൽ ഇപ്പോൾ ഈ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെ പഴിചാരിയതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവർ സ്റ്റേഡിയത്തിൻ്റെ അകത്തൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു, വെളിയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഈ ടിക്കറ്റിൻ്റെ കാര്യവും സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യമൊക്കെ പറയുന്നു. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ പ്രോഗ്രാം വേണമെങ്കിൽ അപ്പം അവർക്ക് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അതാരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? അവർക്ക് ആ സംഘാടകരോട് അഭ്യർത്ഥിച്ചിട്ട് ആ പരിപാടി അവിടെ വെച്ച് നിർത്താക്കണം. അത് RCB ആണ് ചെയ്യേണ്ടത്. RCB ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അവർ ആ സ്റ്റേഡിയം, ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മാത്രം അവർക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അല്ല, RCBയുടെ പേര് എവിടെയും പരാമർശിക്കപ്പെടും. അതാണ് ഞാൻ പറയാൻ വന്ന അതാണ്. കാരണം ഇത് കണ്ടക്ട് ചെയ്ത RCB ആണ്. ഈ RCBയിൽ എത്ര കർണാടകക്കാരുണ്ടെന്നും കൂടെ പറയണം. ഒരു കർണാടക പ്ലെയറും ഇല്ല. അപ്പോൾ വിരാട് കോഹ്ലിക്ക് വേണ്ടി ഒരു സ്വീകരണം ഒരുക്കിയ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതിൻ്റെ പബ്ലിസിറ്റി എടുക്കാൻ വേണ്ടി മറ്റുള്ള പലരും അതിൽ ആഗ്രഹിച്ചു. പക്ഷേ ഇവിടെ ഒരു ദുരന്തമുണ്ടായപ്പോൾ തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ തന്നെ കാര്യം പറഞ്ഞിട്ട് ഈ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. കാരണം അത് ഉത്തരവാദിത്തപരമായിട്ട് അത് പറയാനായിട്ട് ആരും അവിടെ വന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെ പഴിചാരികൊണ്ട് യാതൊരു കാര്യവുമില്ലത്. RCB ആണ് ഇതിൻ്റെ ഉത്തരവാദി. ഇല്ലെങ്കിൽ RCBക്കെതിരെ വേണം നടപടിക്രമങ്ങളിലോട്ട് പോകാനായിട്ട്. ഇല്ലെങ്കിൽ RCBക്കാരായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ വെളിയിലൊരു വലിയ ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികൾ നിർത്താതെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയത് വളരെ തെറ്റാണ്. അതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇന്ത്യ-പാകിസ്ഥാൻ മാച്ച് മോത്തേര, അതായത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അന്ന് കാണാൻ പോയിരുന്നു. അവിടെ 1 ലക്ഷത്തിലധികം കാണികളാണ്.
അവിടെ വെളിയിൽ ഈ ജൈൻ സ്ക്രീനിലും എല്ലാമായിട്ട് ഒരു 10 ലക്ഷം 15 ലക്ഷം ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. വളരെ നീറ്റായിട്ട് ബാരിക്കേഡ് ചെയ്ത് വളരെ സ്മൂത്തായിട്ടാണ് ആ മത്സരം കഴിഞ്ഞതിന് ശേഷവും ക്രൗഡ് പോയതും എല്ലാം. അപ്പോൾ ഇവിടെ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ്, ബാരിക്കേഡ് വെച്ച് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ക്രൗഡിനെ അവിടെ വരാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തായിരുന്നു. അതെല്ലാം അല്ലായിട്ട് ഒരു ക്രിക്കറ്റ് അസോസിയേഷനെ പഴിചാരിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോകുന്നതെന്നുള്ളത് ഒരിക്കലും നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഇത്ര ഒരു ദുരന്തമുണ്ടായി. ആ പരിപാടിയെങ്കിലും അവിടെ ഈ സെലിബ്രേഷൻ അല്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താനായിട്ടുള്ളൊരു ഉത്തരവാദിത്വം കൂടെ അത് എടുത്തിരുന്നെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും പറയായിരുന്നു ഈ സംഘടിപ്പിച്ച സംഘാടകർക്കെതിരെ ഒരു നടപടിക്രമങ്ങളിലോട്ടും കൂടെ പോകണമായിരുന്നു. ഇത് RCB അവരാണ് ഈ വിക്ടറി സെലിബ്രേഷൻ നടത്തിയത്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ആ ഒരു സംസ്ഥാനത്തിൻ്റെ ഓർഗനൈസേഴ്സാണ്. അവർ ആ സ്റ്റേഡിയവും അതിൻ്റെ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത RCB ആണ്. അപ്പോൾ അതിന് ഒരു ക്രിക്കറ്റ് അസോസിയേഷനെ മാത്രം പഴിചാരിക്കൊണ്ട് ഇതിൽ നിന്ന് ഒരു തീരുമാനത്തിലോട്ട് പോകുക എന്നുള്ളത് വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ല, 2 ദിവസം കഴിഞ്ഞ് ഈ വിജയാഘോഷ ചടങ്ങ് സംഘടിപ്പിച്ച എന്താ കുഴപ്പം? അല്ല, അത് ശരിയാണ്. കാരണം അന്ന് ഇന്ത്യ വിദേശത്ത് കളിക്കുന്ന ഒരു സമയം, അതിന് വരാനായിട്ടുള്ളൊരു സമയം, പിന്നെ ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയൊക്കെ കണ്ടതിന് ശേഷമാണ് ഒരു വിക്ടറി സെലിബ്രേഷൻ മുംബൈയിൽ അന്ന് നടത്തിയത്. പക്ഷേ സമാനമായിട്ട് അനിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് RCB ആദ്യമായിട്ട് ജയിക്കുന്നു. സൺറൈസേഴ്സ് ഇതിനു മുമ്പ് ആദ്യമായിട്ട് കപ്പ് നേടി, ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യമായിട്ട് കപ്പ് നേടി, മുംബൈ ആദ്യമായിട്ട്. എല്ലാ സംസ്ഥാനത്തും ഓരോ ടീമുകളുണ്ട്. അപ്പോൾ അവരെല്ലാം കപ്പ് നേടിയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇത്ര ഒരു പ്രത്യേകത? എന്തിനാണ് ഇത്ര വലിയൊരു സ്വീകരണവും ഇത്ര വലിയൊരു ആഘോഷവും? മഹേന്ദ്ര സിംഗ് ധോണിയും ഉണ്ടായിരുന്നു അന്ന് ചെന്നൈയിൽ. അന്ന് അവർ വളരെ സിമ്പിളായിട്ട് ചെപ്പോക്കിൽ ഒരു സ്വീകരണ പരിപാടി നടത്തി വളരെ സ്മൂത്തായിട്ട് അത് ചെയ്തു. പക്ഷേ ഇത് വളരെ ഓവറായിട്ട് പോയി. അത് മാത്രമല്ല, ഇത്ര ഒരു ട്രാജഡി ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ക്രൗഡ് മാനേജ്മെൻറ്റ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ആരായാലും അത് ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനൊരു ദാരുണ സംഭവം ഉണ്ടായത് അകത്ത് ഒരു ആഘോഷ പരിപാടി നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കണമായിരുന്നു. ഓക്കെ, പ്രൊഫസർ റോണി, ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത് വിധാൻ സൗദയുടെ പുറത്ത് തന്നെ 1 ലക്ഷം ആളുകൾ തടിച്ചുകൂടിയിരുന്നു, അവിടെ കല്ലേറ് നടന്നു എന്നും പറയുന്നു. മാത്രമല്ല, ഇപ്പുറത്ത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 3 ലക്ഷം ആളുകൾ തടിച്ചുകൂടി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ക്രൗഡിനെ, ഈ ജനക്കൂട്ടത്തെ മാനേജ് ചെയ്യാൻ പോലീസിന് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ആ എൻട്രി നിഷേധിക്കുകയല്ലേ ചെയ്യേണ്ടത്? കൂടുതൽ ആളുകളെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാതെ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതായിരുന്നില്ലേ? അപ്പോൾ ഈ കർണാടക പോലീസ് അവർക്ക് ഈ മോബ് മാനേജ്മെൻറ്റ് അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റൊരു കാര്യം കൂടി, ഈ വാർത്താസമ്മേളനത്തിൽ സിദ്ധരാമയ്യ വിരൽ ചൂണ്ടുന്നത് DKSലേക്കാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിലവിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവർ തമ്മിൽ ചില കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇതിന് മുൻകൈ എടുത്ത ആൾ DKS ആണ്, ശിവകുമാറാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു സീൻ അതാണ് ഇപ്പോൾ കണ്ടത്. അവിടെ ഞാൻ മനസ്സിലാക്കുന്ന 5000-ഓളം പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ആരും ഒരു അഭിപ്രായ വ്യത്യാസം പറയുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മഹാനഗരത്തിൽ അത്രയും ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, സംഘടിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നില്ല, നടക്കുമ്പോൾ ഒരു 5000 പോലീസ് എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊരു വലിയൊരു നമ്പർ തന്നെയാണ് അത് 5000 എന്നത്. കാരണം ഒരു സംസ്ഥാന പോലീസിന് അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന, കാരണം ബാംഗ്ലൂർ മഹാനഗരത്തിലും അതിന് ചുറ്റുമുള്ള ഈ പോലീസ് ഫോഴ്സിനെ മൊബിലൈസ് ചെയ്യുമ്പോൾ ഒരു 5000 എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം വലിയ നമ്പർ തന്നെയാണ്. അവിടെ വന്നിരിക്കുന്ന ഒരു ക്രൗഡ്, അതാണ് അവിടുത്തെ ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തില്, കാരണം ഈ പ്രോഗ്രാം ഇവിടെ ഈ വിധാനസഭയുടെ അവിടെ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഫുള്ളായി കഴിഞ്ഞു. അവിടെ ഈ പറയുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. അവിടെയുള്ള 40,000 സീറ്റാണ് അതിന്റെ കപ്പാസിറ്റി. ആ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ആളുകൾ അപ്പോൾ തന്നെ, അതാ പ്രോഗ്രാം അവിടെ വിധാനസഭയുടെ അവിടെ ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ പറയുന്ന അവിടെ ഫുള്ളായി കഴിഞ്ഞു. ബാക്കിയുള്ള ആളുകൾ അവർ ഈ 1 ലക്ഷം മുതൽ ദൃക്സാക്ഷികളുടെ അഭിപ്രായം വരുന്നുണ്ട്. അതായത് ഒരു ഗേറ്റിലൂടെ മാത്രമാണ് കാണികളെ അകത്ത് കടത്തിവിട്ടത് എന്ന് പറയുന്നു. തിരക്ക് കൂടുതലാണെങ്കിൽ മറ്റു ഗേറ്റുകളും തുറന്നു കൊടുക്കേണ്ടതായിരുന്നില്ലേ? ഞാൻ അങ്ങ് പറയുന്നതിനോട് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കി 4-5 ഗേറ്റുകൾ തുറന്നു കൊടുത്തു എന്നുള്ളത്. കേട്ടോ, എനിക്ക് അതിന്റെ ഒരു വസ്തുത അറിയത്തില്ല. കാരണം നമ്മൾ ആരും അവിടെയുള്ള കണ്ട ആളുകളല്ല. പക്ഷെ
ഒരു 4-5 ഗേറ്റുകൾ തുറന്നു കൊടുത്തിരുന്നു. 2-3 ഗേറ്റുകൾ മാത്രം VIP ഗേറ്റുകളാക്കി മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഒരു കാര്യം വളരെ സത്യസന്ധമായി നമ്മൾ പറഞ്ഞു. കാരണം പോലീസിന് പോലും ഹാൻഡിൽ ചെയ്യുന്ന, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ ക്രൗഡ്. പക്ഷെ ഇത്രയും ഒരു ക്രൗഡ്, കാരണം ഇവിടെ പറഞ്ഞു മറ്റു പല സംസ്ഥാനങ്ങളിലുമുള്ള അവിടുത്തെ IPL ടീമുകൾ ഇതിനു മുമ്പ് ഇതുപോലെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഇത്രയും വലിയൊരു ക്രൗഡ് അവിടെയൊന്നും ഒഴുകിയെത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് ഇവിടെ പക്ഷെ നമ്മൾ ആ ബാംഗ്ലൂർ നഗരത്തിന്റെ, കാരണം ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റീസിൽ ഒന്നാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഇത് ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുന്നത് ഹാർട്ട് ഓഫ് ദ ബാംഗ്ലൂർ സിറ്റിയാണ്. പക്ഷെ ഇപ്പൊ മറ്റ് പല പ്രദേശങ്ങളിലും ആണെങ്കിൽ ചിലപ്പോൾ സിറ്റിയുടെ പുറത്തായിരിക്കാം പിന്നെ ഇതുപോലുള്ള വലിയ സ്റ്റേഡിയങ്ങളും ചടങ്ങുകളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. അതും മറ്റൊരു കാരണമായിരിക്കാം. ഇതിനകത്ത് നമ്മളെല്ലാവരും യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ട്രാഫിക് പ്രശ്നങ്ങളുള്ള, അത്രയും ഗതാഗത സൗകര്യങ്ങൾ കുറവുള്ള, കാരണം ഇത്രയും വലിയൊരു പ്രശ്നം സിറ്റിയാണ്. കാരണം അത്രമാത്രം ഒരു വലിയ മഹാനഗരമായി ബാംഗ്ലൂർ വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കാരണം അതുപോലെ ഒരു ഓവർ ക്രൗഡായിട്ടുള്ള ജനസംഖ്യയാണ്. അപ്പം ആർക്കും ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം വരുന്നത്. ഇത്രയും വലിയൊരു ജനക്കൂട്ടം 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഇത്രയും സ്വീകരിക്കാൻ വേണ്ടി എത്തി എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ സ്ഥലത്ത് ഇത്രയും ആളുകൾ, കാരണം അവർക്ക് നിൽക്കാൻ പോലും ഒരു ഇടയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ വിധാനസഭയുടെ ആ പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അത്രയും ജനസംഖ്യ ഇവിടെ വന്ന് കൂടിയപ്പോൾ, കാരണം ഇത് ഇതിനകത്ത് വീഴ്ച വന്നു, ആർക്ക് വീഴ്ച വന്നു, അത് വളരെ സത്യസന്ധമായ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആ സ്റ്റേഡിയത്തിനകത്ത് ചടങ്ങുകൾ ആരംഭിച്ചു. ആരംഭിക്കുമ്പോൾ തന്നെയാണ്, അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പുറത്ത് ഈ സ്റ്റാമ്പേഡ് ഉണ്ടാകുന്നത്, ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു 10 മിനിറ്റിനകം തന്നെ സ്റ്റേഡിയത്തിലെ ആ പ്രോഗ്രാമുകൾ ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി തന്നെ ഇങ്ങനെ ഒരു അപകടം, ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അപകടം അവിടേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ഒരു വിതിൻ 10 മിനിറ്റ്സിന് തന്നെ അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ അവസാനിക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത് റിക്വസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് ഇന്ത്യയുടെ ഒരു പൊതു സ്വഭാവമാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടു എത്രയോ മഹാകുംഭമേള, ഈ ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ ഒരുക്കങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ഗവൺമെന്റ്. അത്രയും നല്ല രീതിയിൽ എത്രയോ മാസങ്ങളെടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രമീകരണമായിരുന്നു. പക്ഷെ അവിടെയും അപകടങ്ങൾ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഇത് ഒരു പാഠമായിരിക്കണം. ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഒരു ക്രൈസിസ് കാരണം നമ്മളിത് ആന്റിസിപ്പേറ്റ് ചെയ്യണം. കാരണം ഇതുപോലെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്കാർ ഇൻഫർമേഷൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു വളരെ കൃത്യമായി. നമ്മൾ ആരെങ്കിലും ഒക്കെ സർക്കാർ ഇൻഫർമേഷൻസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പോൾ ഈ ചാനലുകൾ പോലും, ഞാൻ ചാനലുകളെ കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, ഒരു പ്രൗഡ് സെൻസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളർന്നു വരികയാണ്. കാരണം ഈ പറയുന്ന ഒരു മാസ് ഹിസ്റ്റീരിയ എന്നൊക്കെ പോലെ പറയാമെങ്കിൽ ഒരു പ്രൗഡ് സെൻസേഷൻ, ഇത് ജനത്തിന്റെ ഒരു പൾസിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമൂഹ മാധ്യമങ്ങൾ അവിടെ നിൽക്കട്ടെ, ഈവൻ മീഡിയാസ് പോലും ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കുന്നു. കാരണം ഞാനും അത് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ BCCയുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത് കർണാടക വിജയമാണോ? വിവരവും വിദ്യാഭ്യാസവും കൂടിയവർ എന്ന് അവകാശപ്പെടുന്ന മലയാളികളെ തന്നെ നോക്കൂ. ഒരു പാട്ടുകാരൻ്റെ വേടൻ്റെ പരിപാടിക്ക് അവിടെ ഇരച്ച് എത്തിയത് എത്ര പേരായിരുന്നു? അവിടെ വേടൻ്റെ അസാന്നിധ്യത്തിൽ അവിടെ സംഘർഷം ഉണ്ടായില്ലേ? ചളിവാരി എറിയുന്ന അതൊക്കെ ഉണ്ടായി. കേരളത്തിൽ അത് നടക്കുന്നു. നമ്മൾ സാക്ഷരതയും മുൻപന്തിയിലാണ് അവകാശപ്പെടുന്നത്. ഇവിടെ പോലും വളരെ സെൻസിറ്റീവാണ് ക്രൗഡ്. ഞാൻ അങ്ങ് പറയുന്നത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹൈപ്പ് ഉണ്ടാക്കി വിടുകയാണെങ്കിൽ അതിന്റെ പിന്നാലെ ഇങ്ങനെ ബുദ്ധി, നമ്മുടെ വിവേചനം നഷ്ടപ്പെട്ട്, നമ്മുടെ ചിന്താശേഷി നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ആൾക്കൂട്ടത്തെ പോലെ ഒഴുകി പോവുകയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന അയാളുടെ ഐഡന്റിറ്റി എന്താണ്, അയാളുടെ വ്യക്തിത്വത്തിന് എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ ഇവിടുത്തെ തുറന്ന് സമ്മതിക്കും. കുറെ ആളുകൾ ഇങ്ങനെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇവൻ ട്രംപ് പോലും അദ്ദേഹത്തിന് 3-4 ജോലിക്കാരെ വെച്ച ഒരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങി ജയിച്ച രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അത്രയും മുന്നോട്ട് നിൽക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് പോലും ട്രംപ് പോലും ഒരു സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. അത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ് ഇമ്പാക്റ്റുമാണ് സോഷ്യൽ മീഡിയയ്ക്കും. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ റേറ്റിംഗിന് വേണ്ടി മാത്രം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ പോലും അത്ഭുതപ്പെട്ടിട്ട് പോയി. ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അന്ന് രാത്രി വന്ന വാർത്തകൾ കേട്ട് നമ്മൾ പോലും ഞെട്ടിയിരുന്നു പോയി. പിന്നീട് പിറ്റേ ദിവസം പറയുന്നത് ഇങ്ങനെയൊക്കെ വ്യാജ വാർത്തയും ചമച്ചുകൊണ്ടുവരായിട്ട് ഈ രാജ്യം സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുണ്ട്. ഞാൻ എല്ലാം നിഷേധിക്കണം. ഞാൻ ജനത്തെ ഒന്നുമല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷെ നമുക്കറിയാം എന്താണ് കേരളത്തിൽ അന്ന് സംഭവിച്ചത്. അന്ന് ഇത്രമാത്രം, എന്നിട്ട് ആ മാധ്യമങ്ങളൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നല്ലോ. എന്തൊക്കെ കള്ള വാർത്തകൾ, എന്തൊക്കെ നുണക്കഥകൾ.
ഒക്കെ വെറും മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി മാത്രം, ആളുകൾ കാണാൻ വേണ്ടി മാത്രം, വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി മാത്രം എന്ത് കള്ളവും, എന്താ ഇന്ത്യ കറാച്ചി ആക്രമിക്കാൻ പോകുന്നു, എന്തൊക്കെ വാർത്തകളായിരുന്നു. അവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പിന്നെ അദ്ദേഹത്തെ അധികാരത്തിൽ തട്ടിക്കൊണ്ടു പോകുന്നു, ഒളിവിൽ പോകുന്നു, ഇല്ലാത്ത വാർത്തകളൊക്കെ വെച്ചുവിട്ട് പ്രൊഫസർ ഒരു കാര്യത്തിൽ കൂടെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് സിദ്ധരാമയ്യ പറഞ്ഞത് അനുമതി നൽകിയില്ല എന്നാണ്. സർക്കാർ അനുമതി നൽകിയില്ല എന്ന് പറയുന്നത് കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. പിന്നെ എങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? അവിടെയാണ് ഉപമുഖ്യമന്ത്രിയുടെ റോൾ, അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം, അത് പ്രത്യേകം പരിശോധനാ വിധേയമാക്കേണ്ടത്. എനിക്ക് സിദ്ധരാമയ്യ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഉള്ള പോലെ പറയണല്ലോ, 1 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇപ്പം അങ്ങ് പറഞ്ഞത് ശരിയായിരിക്കാം, ഞാൻ അങ്ങ് പറഞ്ഞതിനെ നിഷേധിക്കുന്നില്ല. ഒരു പക്ഷേ സിദ്ധരാമയ്യ, ഞാൻ അതിനുശേഷം ഇവിടെ പിന്നെ നമ്മുടെ നാഷണൽ ചാനലുകളൊക്കെ ഞാൻ നോക്കി, NDTV ഇങ്ങനെയുള്ള ചാനലുകളിലൊന്നും സിദ്ധരാമയ്യ അങ്ങനെ ഒരു പരാമർശം അവിടെ നടത്തിയതായിട്ട് ഞാൻ കണ്ടില്ല. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ അഭിപ്രായ വ്യത്യാസം ഒന്നും ഞാൻ കിട്ടത്തുമില്ല. ഞാൻ അങ്ങ് പറഞ്ഞ അതിനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കും, സർക്കാരിന്റെ അനുമതി അല്ലെ റിട്ടേൺ ലെറ്റർ കൊടുത്ത് അതിനൊന്നും ആളുകൾ അവർ മെനക്കെട്ടിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരും ഇത്ര ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് അവിടുത്തെ പ്രശ്നം. നമ്മളിപ്പോൾ ആരാണ് ഇതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആരാണ് ഇവിടുത്തെ കുറ്റക്കാരെന്ന് ബഹുമാനപ്പെട്ട BJP സുഹൃത്ത് പറഞ്ഞ പോലെ അവിടെ പുഷ്പ സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കാരണം എന്താ, അദ്ദേഹത്തിന് പോകരുത് എന്ന് തന്നെ പോലീസ് പറഞ്ഞു. പക്ഷെ അയാൾ അവിടെ പോയി ആ ദുരന്തം ഉണ്ടാക്കി. കാരണം അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷെ നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം, ആരാണ് ഇവിടെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് ക്രൗഡ് വരുമ്പോൾ ഇതിനകത്തിപ്പോ നമ്മൾ പറയുമ്പോൾ പല ആളുകളും ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണ്. ഈ പറഞ്ഞതുപോലെ ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, അവരാണോ ഈ പിന്നെ എല്ലാത്തിനും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പരിപാടി ആരോടും ആലോചിക്കാതെ ഒരു പരിപാടി നടത്തുവാനായിട്ടുള്ള അവകാശം അവർക്കുണ്ടോ? ഇതൊക്കെ ഇവിടെ ഉയർന്ന വലിയ ചോദ്യങ്ങളാണ്. അല്ലെ ഇവിടെ പോലീസിന്റെ റിക്വസ്റ്റ് വരുന്നത്, ആ പോലീസിന്റെ റിക്വസ്റ്റിനെ പോലും മറികടന്നുകൊണ്ട് ഈ പറയുന്ന സപ്പോർട്ടേഴ്സിന്റെ വിക്ടറി പരേഡിന് അനുമതി നിഷേധിച്ചാൽ അത് തിരിച്ചടിക്കുമെന്ന ഉൾഭയം കൊണ്ടാണോ ഒരുപക്ഷെ മൗനാനുവാദമെങ്കിലും കൊടുത്തത്? നമുക്കറിയാം, ഇങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഉത്സാഹത്തിന്, കാരണം ഇന്നലെ രാത്രി തൊട്ടേ ബാംഗ്ലൂർ നഗരം ഇന്നലെ ഉറങ്ങിയിട്ടില്ല, വലിയ ആഘോഷങ്ങളാണ് ബാംഗ്ലൂർ നഗരം. അതെല്ലാം പോലീസിന്റെ അണ്ടർ കൺട്രോളിലായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ വലിയ ആഘോഷങ്ങൾ ഉണ്ടായിട്ട് പോലും പോലീസിന് വലിയ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷെ നമുക്കിവിടെ ചോദിക്കുന്ന ചോദ്യം, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പോലീസ് എന്താ അവിടെ പെട്ടെന്ന് നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇന്നൊരു 144 പ്രഖ്യാപിക്കാം, അല്ല നിരോധനാജ്ഞ പ്രഖ്യാപിക്കാം. ഇങ്ങനെ ഇത് കാരണം 3:30 ഇതിന്റെ വാർത്ത പോലും പുറത്തു വരും. നമ്മുടെ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ല, പോലീസിന് പറയാം ഞങ്ങൾ സജ്ജമല്ല, ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല, അതുകൊണ്ട് സാവകാശം വേണം, 3-4 ദിവസം കഴിഞ്ഞ് നടത്താം. അത് പറയാലോ, പോലീസിന് പറയാലോ. അല്ലെ സർക്കാരിന് RCBയെ അറിയിക്കാം, അല്ലെങ്കിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരോട് നേരിട്ട് പറയാമല്ലോ. സർക്കാരിനപ്പുറത്തല്ലല്ലോ ഇതൊന്നും. RCBയും അതുപോലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും BCCI ഒന്നും സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലല്ലല്ലോ. ആത്യന്തികമായിട്ട് തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയല്ലേ. ഒരൊറ്റ വാക്കിൽ അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. അനുമതി അല്ല, ഇന്നത്തേക്ക് അനുമതി നിഷേധിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് 3-4 ദിവസം കഴിഞ്ഞ് നടത്താം, അതിനുള്ള വേദി ഒരുക്കാം, അവിടെ തീരുമായിരുന്നില്ലേ പ്രശ്നം? ഇതിപ്പോൾ മതിയായ സമയം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. പോലീസ് തന്നെ പറയുകയാണ് മതിയായ സമയം കിട്ടിയില്ല ഞങ്ങൾക്ക്. നമ്മൾ ഇപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ജനവും അല്ലെങ്കിൽ വിധാനസഭയിൽ തടിച്ചുകൂടിയ ജനത്തിന്റെ എണ്ണം മാത്രം നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്നുള്ള പിന്നെ റിപ്പോർട്ടുകൾ, അവിടുത്തെ മെട്രോ സ്റ്റേഷനുകൾ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തു പോലും അല്ലാത്ത എൻറ്റയർ ബാംഗ്ലൂർ സിറ്റി, ഉള്ള വിധാനസഭയും അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്നസ്വാമി സ്റ്റേഡിയം വിടുക, ആ എൻറ്റയർ ബാംഗ്ലൂർ സിറ്റി വാസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ്. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഒരു മെട്രോ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ നിർത്തുന്നില്ലായിരുന്നു എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. രാവിലെ മുതൽ ജനം ഇവിടേക്ക് ഒഴുകിയായിരുന്നു. 3:30 ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത് അവിടെ പ്രോഗ്രാം നടക്കുമെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞ ഇവിടുത്തെ 3:30 ഗവൺമെന്റ് ഇതിന് അനുകൂലമായിരുന്നില്ല. 3:30 അത് അങ്ങ് പരിശോധിച്ചു. 3:30 കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ നിന്നും വരുന്നത്. പിന്നെ അവിടെ സ്വീകരണം ഉണ്ടാകും, പിന്നെ ഫ്രീ പാസ് ആയിരിക്കും അവിടെ. കാരണം അതുപോലെ ജനം വന്നു കഴിഞ്ഞു. ഇവര് പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത്, ഇതുപോലെ ആരാധകർ വരുമ്പോൾ എങ്ങനെ, കാരണം ഒരു സ്പോണ്ടേനിയസ് ഫ്ലോ, ഒരു നാച്ചുറൽ ഫ്ലോ, ഇതുപോലെ ആൾക്കൂട്ടം ഇങ്ങനെ തടിച്ചു വന്നു കഴിയുമ്പോൾ, കാരണം പോലീസ് പ്രിപ്പയർഡ് ആയിരുന്നില്ല എന്നൊരു സ്റ്റാൻഡിനോട് ഞാൻ ചോദിച്ചു. 5% ഇസ് എ ബിഗ് നമ്പർ. അത് ചെറിയ 500 പോലീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും. 5,000 എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ ആണ്
എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യുവരാജ്, മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണ സംവിധാനത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു പരാമർശമല്ല നടത്തിയിരിക്കുന്നത്. അല്ല, അതിനകത്ത് ഒന്ന് എനിക്കിത് മനസ്സിലാകുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലാകുന്നില്ല. ഈ രാവിലെ മുതൽ മെസ്സേജ് പോയി, രാവിലെ മുതൽ റൂമേഴ്സ് സ്പ്രെഡായി, വൈകുന്നേരം പരിപാടിയുണ്ട്. അപ്പോൾ അവിടെ ഒരു മിഷനറി ഇല്ലേ, അവിടെ ഒരു സംവിധാനം ഇല്ലേ? ഇവർക്കിത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ 5000 പോലീസുകാർ അവിടെ വന്നു എന്നുള്ളത് ഒരു ചെറിയ നമ്പറായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അവിടുത്തെ പോലീസ് മിഷണറിയുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറെടുപ്പിനെ ഞാൻ കുറച്ചും കാണുന്നില്ല. തീർച്ചയായിട്ടും അവർ അത്രയും പേര് അത്രയും ചെറിയ സമയത്തിനുള്ളിൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർണാടക പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന 3:30 മണിക്ക് ശേഷമല്ലല്ലോ 5000 പോലീസുകാർ അവിടെ എത്തുന്നത്. 5000 പോലീസ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തലേ ദിവസം മുതൽ അല്ലെങ്കിൽ രാവിലെ മുതൽ അവരും കൃത്യമായിട്ട് ഇത്രയും വലിയ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ്റെ പുറത്ത് തന്നെ ആയിരിക്കണമല്ലോ 5000 പോലീസുകാർ അവിടെ എത്തുന്നത്. അല്ലാണ്ട് 3:30 മണിക്ക് ഇതേ പെട്ടെന്ന് അവിടെ ആൾ കൂടി അതുകൊണ്ട് നമുക്കത് 5000 പേര് അവിടെ നിന്ന് വിടണം അങ്ങനെയൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇത്രയും വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇനി അവിടെ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങൾ അവിടെ നിയന്ത്രണത്തിലല്ല, എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്? ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് അത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അങ്ങ് നേരത്തെ ചോദിച്ചൊരു ചോദ്യം വളരെ റിലവൻ്റാണ്. അത് DK ശിവകുമാറിനുള്ള ഒരു ഒളിയമ്പാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു ദുരന്ത സമയത്ത് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് അധികം പോകുന്നതൊന്നും ശരിയല്ല. പക്ഷേ എന്നിരുന്നാലും ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ നടക്കുന്ന സമയത്ത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ അത്തരം വലിയൊരു ആഘോഷങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കർണാടക സർക്കാരിന് പരിപൂർണമായിട്ട് അതൊന്ന് ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇനി RCB അവിടെ ആഘോഷം നടത്തി, ശരിയാണ്, RCB ആണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. കർണാടക ക്രിക്കറ്റ് അക്കാഡമി പോലും അല്ല നേരിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചിന്നസ്വാമി സ്റ്റേഡിയം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, ഈ RCB എന്ന് പറയുന്ന ഒരു ടീം നാഴികയ്ക്ക് 40 തൊട്ട് അദാനിക്കും അംബാനിക്കും ഒക്കെ എതിരെ സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് മാത്രം. അതിന് മുമ്പില്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് മാത്രം. അപ്പോൾ ഈ ഒരു ആൾക്കാർക്ക് ഈ പറയുന്ന കുത്തക മുതലാളിമാരായ RCB കമ്പനിക്കെതിരെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണോ? അവരെ ഇവർക്ക് പേടിയാണോ? അവരൊരു പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് നോക്കൂ, ഏതൊരു ഗവൺമെൻറ്റിന് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്ന ആ വിഷയത്തിൽ? ഗവൺമെൻറ്റിനെ അല്ലേ വിശ്വസിക്കുന്നത്? ശരിയാണ്, ഇപ്പോൾ നമ്മുടെ ആരിഫ് ഹുസൈൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ക്രൗഡ് കുറച്ച് ക്യാവറ്റിക്കാണ്, അല്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മളൊരു ATM കയറാനായിരുന്നാലും ശരി തന്നെയാണ്, ബസ്സിൽ കയറാനായാലും ട്രെയിനിൽ കയറാനായാലും ഇതെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി നടക്കുന്ന സമയത്ത് സർക്കാരിൻ്റെ നിന്ന് പെർമിഷൻ എടുത്ത്, പോലീസിൻ്റെ നിന്നും ബാക്കി സംവിധാനങ്ങളുടെ നിന്നും പെർമിഷൻ എടുത്ത് മാത്രം നടത്തുന്ന സാഹചര്യം ഉള്ളത്. എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയിലെ ക്രൗഡിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്രൗഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെൻറ് മിഷനറികൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം ഒരു വസ്തുതയിൽ അല്ലെങ്കിൽ അത്തരം ഒരു സംഗതികളിലേക്ക് നമ്മൾ കടക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് ഇവിടെ ഒന്നും അറിയാത്തതുപോലെ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടേ ഇല്ല, അവിടെ എന്തോ നടക്കുന്നുണ്ട്, പെട്ടെന്നൊരാഘോഷം നമ്മൾ നോക്കിയപ്പോൾ അത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി, പെട്ടെന്ന് അവിടെ ഒരു ആഘോഷം കണ്ടു. ആഘോഷം കണ്ടപ്പോൾ നമ്മുടെ DK ശിവകുമാർ ഓടിപ്പോയി അതിൻ്റെ ഇടയിൽ കയറി. ഇങ്ങനെയൊന്നും അല്ലല്ലോ അവിടെ നടന്നിരിക്കുന്നത്. ഇത്രയും വലിയൊരു സംഭവം. അപ്പോൾ ഇന്നലെ രാത്രി ബാംഗ്ലൂർ നഗരം ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ബാംഗ്ലൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങൾ. ദീപാവലി നേരത്തെ എത്തി എന്ന് പറഞ്ഞിട്ടാണ് ബാംഗ്ലൂരിൽ ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു ഇൻറ്റൻസിറ്റിയിൽ ക്രൗഡ് അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ജനങ്ങൾ ആ ഒരു വിജയത്തിനെ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് എക്സ്പെക്റ്റ് ചെയ്യണമായിരുന്നല്ലോ, ഇത്രയും വലിയൊരു വിഷയം അവിടെ ഉണ്ടാകാം എന്നുള്ളത്. മാത്രമല്ല, ഒരു ഗേറ്റ് മാത്രമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ബാക്കി 1-2 ഗേറ്റുകൾ VVIPകൾക്ക് വേണ്ടി മാത്രം തോന്നുന്നു. അതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ഇത്രയും വലിയ ക്രിക്കറ്റ് താരങ്ങൾ, ഇന്ത്യൻ താരങ്ങൾ മാത്രമല്ല വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ സെക്യൂരിറ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ആ ഗേറ്റും കൂടി ബാക്കിയുള്ളവർക്ക് കൂടി തുറന്നു കൊടുത്തിട്ട് ഇനി അവരെയും കൂടി അപകടത്തിലാക്കി ലോകത്തിൻ്റെ മുമ്പിൽ കുറച്ചുകൂടി നമ്മൾ നാണം കിടന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ VVIP ഗേറ്റ് അവിടെ തുറന്നു കൊടുത്തതിന് മാത്രം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ പക്ഷേ ഇത് മാനേജ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിന് ഒരല്പ ടൈം എടുത്തിട്ട് അവർക്ക് ചെയ്യാമായിരുന്നു. RCBയുടെ ഓണേഴ്സിനോട് നിങ്ങൾ ഇന്ന് വേണ്ട, ആ ഒരു 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിൻ്റെയും കഴുത്തിന് പിടിക്കുവാനും വേണ്ടിയിട്ടുള്ള വലിപ്പമുള്ള ആൾക്കാരൊന്നുമല്ല ഈ പറയുന്ന RCBയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒരു തരത്തിലും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. യെസ്, ആരിഫ് ഹുസൈൻ,
നേരത്തെ സിവിക് സെൻസിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ഈ ഭ്രാന്തമായ താരാരാധന അല്ലേ, അതും വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നില്ലേ? എന്തിനധികം നമ്മുടെ നാട്ടിലൊരു ജ്വല്ലറി ഉദ്ഘാടനത്തിനൊരു നടി വന്നു കഴിഞ്ഞാലുള്ള ക്രൗഡ് കണ്ടിട്ടില്ലേ? എന്തോ വലിയൊരു അത്ഭുതം നടക്കുന്നത് പോലെയാണല്ലോ ആളുകൾ തടിച്ച് കൂടുന്നത്. ഈ ക്രൗഡ് മാനേജ്മെന്റിൽ അതൊരു എഞ്ചിനീയറിംഗ് തന്നെയാണ് ആ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിനകത്തൊരു ക്രൗഡ് സൈക്കോളജി ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ അതായത് ഒരു ക്രൗഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മുൻവിധി വരുന്നത് അങ്ങനെയാണ്. എന്നിട്ടാണ് അത് മാനേജ് ചെയ്യേണ്ടി വരുന്നത്. അത് പല കാരണങ്ങൾക്കുണ്ടാവാം. ഇപ്പം നമ്മളിത് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അവിടെ ഫ്രാൻസിൽ വലിയൊരു അക്രമം നടക്കുന്നത് നമ്മൾ കണ്ടു. ഇതേപോലെ ഒരു ഫുട്ബോൾ കളിയുമായി കണക്ട് ചെയ്ത് അവിടെ ഒരു വിജയം ആഘോഷിക്കുന്നത്, പിന്നീട് കണ്ടത് പരസ്പരമുള്ള ഒരു യുദ്ധസമാനമായ ഒരു അവസ്ഥ, ചേരി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നത് വരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ നടക്കുന്നു. യൂറോപ്പിൽ അത് വളരെ വ്യാപകമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തും കൂടി അത് നടന്നു കഴിഞ്ഞു എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിലേതായാലും അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും ഇവിടെ ഉണ്ടായ കാരണം മറ്റൊന്നായത് എന്തായാലും അതിലും സംഭവിക്കുന്നത് മരണങ്ങളും ഇതുപോലെയുള്ള ഈ സ്റ്റാമ്പീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് മാനേജ് ചെയ്യേണ്ട ഒരു രീതി അത് നമ്മൾ ഇനിയും ഇംപ്ലിമെൻ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കുമെന്നുള്ളത് നമ്മൾ പ്രശ്നമായിട്ട് ഉയർത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ കാരണങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ നോക്കിയിട്ട് ഇതിൽ അപകടം ഉണ്ടാകാതിരിക്കാം അങ്ങനെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ക്രൗഡ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് എന്ത് തന്നെ കാരണത്തിൻ്റെ പേരിലായാലും എന്നുള്ളതാണ്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള വഴികളിൽ തുല്യമായ പങ്ക് അത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തും. ഇവിടെയൊക്കെ ഈ പറയുന്ന ഒഴികഴിവുകൾ, അതായത് അനുമതി കൊടുത്തില്ല, ഇതൊക്കെ ഇപ്പോഴല്ലല്ലോ നമ്മൾ സത്യത്തിൽ പറയേണ്ടത്. അതിപ്പോൾ ഇപ്പോൾ ക്യുസാറ്റിൽ അന്ന് അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും ആ ഒരു ഏരിയ ഉണ്ട്, നമ്മൾ അപകടം നടന്ന ഏരിയ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കാണാം. ഇപ്പോഴും അത് അവിടെ പോലീസുകാർ ആളെ കടത്തിവിടാതെ അവിടെ വളഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്തോന്ന് എനിക്കറിയില്ല, എന്തായാലും വണ്ടി ഏതായാലും കടത്തിവിടുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി കണ്ട് അവിടെ തടയേണ്ട വഴി അന്ന് ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ അവിടെ അപകടം ഉണ്ടായി, ആൾ മരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ന് അവിടേക്ക് ആളെ കടത്തി വിടാതെ അവിടെ ഈ വഴി തിരിച്ച് ഇതുപോലെ കെട്ടിവെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണ്, ഇപ്പോൾ ഒരു ടിപ്പർ ഇടിച്ചൊരു അപകടം ഉണ്ടായാൽ ഉടനെ ടിപ്പർ നിരോധിക്കുക, ബസ് ഇടിച്ചിട്ട് അപകടം ഉണ്ടായ ബസ് നിരോധിക്കുക, ഷവർമ കഴിച്ചിട്ട് അപകടം ഉണ്ടായ ഷവർമ നിരോധിക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതല്ലല്ലോ അതിൻ്റെ രീതി. ക്രൗഡ് ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകുന്നു, അതിനെ മാനേജ് ചെയ്ത് പോവുക. ഇപ്പോൾ ഷവർമ കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുക. അത് ഫുഡ് സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ആണ്, അത് മാനേജ് ചെയ്യാണ് വേണ്ടത്. അതല്ലാതെ അതിൻ്റെ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ എല്ലാ ഷവർമക്കടയും പൂട്ടാൻ പറഞ്ഞാൽ എങ്ങനെ നടക്കും? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബസ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, അപ്പോൾ ഉടനെ തന്നെ ബസ്സിൻ്റെ അതിലുള്ള സ്റ്റിക്കർ മുഴുവൻ പറിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇങ്ങനെയൊക്കെ വളരെ തലതിരിഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനകത്തൊരു അടിസ്ഥാനപരമായിട്ടൊരു പ്ലാനിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്, അഭാവമുണ്ട്. അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലോകത്തിന് മുന്നിൽ നമ്മൾ നാണം കെടും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ച മാതിരി നമ്മളുടെ കളിക്കാർ മാത്രമല്ല, വിദേശത്തു നിന്നുള്ള കളിക്കാരും കൂടി ഉണ്ട്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ നാണക്കേടായിട്ടാണ് അത് മാറുക. അപ്പോൾ ഇതൊരു മുൻകൂട്ടി കണ്ട് ഇതിനകത്ത് തടയാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. ഇതിന് അത്രമാത്രം ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അത് മുൻകൂട്ടി കണ്ട് ചെയ്യാനുള്ള വഴികൾ ചെയ്യുന്നതിൽ പരാജയം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുക. അവിടെ പഴിചാരിയതുകൊണ്ടോ അനുമതി ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് ഇനിയും ആവർത്തിക്കാനുള്ളത് തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ച ആ ചക്കളത്ത് പോര് വല്ലതും ഉണ്ടോ? ഈ ഒരു ബ്ലെയിം ഗെയിം. മുഖ്യമന്ത്രി പറയുന്നു സർക്കാർ അനുമതി നൽകിയിട്ടില്ല, പിന്നെ ആരെ അനുമതി കൊടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മുൻപന്തിയിൽ നിൽക്കുന്നത് DKS ആണ്. അതാണ് ഇതിൽ കറങ്ങി തിരിഞ്ഞു വരുന്നത്. അങ്ങനെയാണ് ഇത് ഈ മണ്ണുവാരി എറിയാനുള്ള അവസരങ്ങളാക്കി മാറ്റാണ്, മുതലെടുപ്പുകൾക്കുള്ള അവസരമായിട്ടാണ് മാറുന്നത്. ഇനിയിപ്പോൾ ഇതിൽ എന്തോ ഭാഗ്യത്തിനായിരുന്നു ഇതിനകത്ത് ഒരു തീവ്രവാദത്തിൻ്റെ സാധനം മാത്രം കേൾക്കാത്ത, അല്ലെങ്കിൽ അതും കൂടി നമുക്ക് കേൾക്കാമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് ഏതെങ്കിലും ഒരു ജിഹാദി ചെയ്തതാണെന്ന് വരെ പറഞ്ഞു വെക്കാനുള്ള വഴിയാണ് ഇതിനകത്ത് തുറന്നു നിൽക്കുന്നത്. ഞാൻ പറയുന്നത് അതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഇതിൽ ക്ലിയർ ആയിട്ട് ഒരു കയോട്ടിക് ആയിട്ടുള്ള ഒരു മോബ് അവിടെ വന്നു കഴിയുമ്പോൾ അതിനകത്തുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു പ്രശ്നം അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അതിനകത്ത് ഇപ്പോൾ നമ്മളത് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാൻ ശ്രമിക്കും. അതൊരു വെറും ഒഴികഴിവ് പറയലായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ. സർക്കാരിന് അതിനകത്തൊരു എന്താ പറയുക ഒരു
ഒമിഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു എറർ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് മുൻകൂട്ടി കണ്ട് അത് പ്രൊആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം അറിയുന്ന ഒരു മുറയ്ക്ക് അത് തടയേണ്ട ബാധ്യതയുണ്ട്. ഇവിടെ അത് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം ചെയ്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതുകൊണ്ടാണല്ലോ അവിടെ ഇതേ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരാൾ അവിടെ പങ്കുകൊള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ അറിയാതെ പോയി എന്ന് പറയുന്നത് ശരിയല്ല. അറിഞ്ഞിട്ടും ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ വരുന്നത്. അതൊരു തീർച്ചയായിട്ടും അത് അവിടെ നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ക്രിക്കറ്റ് ബോർഡിനെ പഴിചാരിയതുകൊണ്ടൊന്നുമല്ല ഇതിൽ തീരാൻ പോകുന്നത്. സംസ്ഥാനത്തിനാണ് ദുരന്ത നിവാരണത്തിനുള്ള പങ്കുള്ളത്. അവരാണ് ആ സംഗതിയെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനുള്ള വഴികൾ തുറന്നിടേണ്ടത്. അത് അവിടെ നോക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ കൊച്ചിയിൽ നമ്മളുടെ ഒരു MLA വീണ് ഒരു പരിക്കുപറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ കളി പിന്നെയും തുടർന്നു, അല്ലെങ്കിൽ ആഘോഷം പിന്നെയും തുടർന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ പരാതിയായിട്ട് നമ്മളിവിടെ പറഞ്ഞത്. ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പുറത്തെ ആളുകൾ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇത് 5-10 ആളുകളല്ലല്ലോ. ഒരു ചെറിയ ഹാളിനകത്ത് പോലും ഒരു പരിപാടി നടക്കും. ഒരു 500 പേരുള്ള ഒരു ഹാളിനകത്ത് പോലും ഒരാൾ തലയിറങ്ങി വീണാൽ അങ്ങേയറ്റത്തുള്ള ആൾ അറിയുന്നില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതേപോലെ ഒരു ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സമ്മേളനത്തിനകത്ത് ഒരു കോർണറിൽ ഉണ്ടാകുന്ന പ്രശ്നം അപ്പുറത്തെ ആളുകൾ അറിഞ്ഞില്ല എന്നതിന്റെ പേരിൽ അവിടെ അവര് ഫ്രാന്റിക് ആയിട്ട് ഓടുന്നതെങ്കിൽ ഇവരൊക്കെ കാണുമല്ലോ. ക്രൗഡ് നിർബന്ധമില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ അറിയുന്നില്ലല്ലോ. ഓടാൻ എന്തെല്ലാം കാരണമുണ്ട്. അല്ല ഈ താരങ്ങൾക്ക് സുരക്ഷയൊരുക്കിയ പോലീസിന്റെ വയർലെസ് സെറ്റിലെങ്കിലും ഒരു മെസ്സേജ് വരുമല്ലോ. ഉണ്ട്. അത് ഇതിനെ സമയമെടുക്കുമല്ലോ. ഈ പ്രോസസ്സ് വന്ന് സമയമെടുക്കും. അതിനുശേഷമാണല്ലോ ഇത് സംഭവിക്കുക. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കൊച്ചിയിൽ നടന്ന ആ അപകടത്തിൽ ആ MLA താഴെ വീണ്, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഉമാ തോമസ്, അവർ താഴെ വീഴുന്ന സമയത്ത് തൊട്ടടുത്ത് കസേരയിൽ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ അവിടെ ഇരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെയും ഈ പറഞ്ഞ സംഗതി തന്നെയാണ്. ഈ ഒരു ക്രൗഡ് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സംഭവം ചെയ്യുമ്പോൾ അവിടെ ഒരുക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങളിലുള്ള പാളിച്ച അന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കാൻ പറ്റുന്ന ഒരു എറർ അതാണ് നമ്മളവിടെ കണ്ടത്. വളരെ ഫ്ലിംസി ആയിട്ടുള്ള ഒരു സാധനം അവിടെ കൊണ്ടുവച്ച് അവരെ തടയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തട്ടി തടഞ്ഞ് താഴെ വീഴുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. ഇതൊന്നും ഒരിക്കലും അത്തരം വേദികളിൽ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ വലിയ മിസ്റ്റേക്കാണ്. ഇന്ന് അവർ തിരിച്ച് ജോലിയിലേക്ക് കയറി എന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞു, സന്തോഷം. പക്ഷേ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതുപോലെ ഓരോ കാര്യത്തിലും നമുക്ക് ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇത് മുൻകൂട്ടി കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് ഇന്ത്യ എന്നുള്ള നിലയ്ക്ക്, നമ്മൾ ഭാരതീയർ എന്നുള്ള നിലയ്ക്ക് ഇനിയും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇതിൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പൊതുവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ചർച്ച ചെയ്യുകയും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മുരളി തുമ്മാരുകുടിയെ കുറിച്ച് കേട്ട് കാണും. അദ്ദേഹം ഇതിനെക്കുറിച്ച് എപ്പോഴും ഓരോ വിഷയം ഉണ്ടാകുമ്പോഴും എഴുതുന്നത് നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ ആലോചിച്ച് പോകുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഇത് പറയാനുള്ള ആളുകൾ, മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ ഇവിടെ ഉണ്ടായിട്ട് നമ്മൾ എത്രത്തോളം അതിനകത്ത് എടുത്തിട്ടുണ്ട് ആ മുൻകരുതലുകൾ? ഇപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല. വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞു, എന്തെങ്കിലും അതിന് ശേഷം നമ്മൾ എടുത്തോ? ഇനി അടുത്ത വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായ വിഷയം അന്നും ഇദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചു. ഇന്നും അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു വിഷയം വരുമ്പോൾ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും വിവരം ഇതുവരേക്കെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാണ് അതിനകത്ത് ഇതിൽ ഇടപെടേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് എന്തെല്ലാം ആധുനിക ടെക്നോളജീസ് ഉണ്ട് ക്രൗഡ് ഈ എഞ്ചിനീയറിങ്ങിന്റെ ഭാഗമായിട്ട്. CCTV ഉപയോഗിച്ചുകൊണ്ട്, RFID ഉപയോഗിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വഴികളുണ്ട്. ചിലതൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യാം, ചിലത് അൺഓർഗനൈസ്ഡ് ആയിട്ടാണെങ്കിലും CCTV ക്യാമറയൊക്കെ വെച്ചിട്ട് ചെയ്യാം. എന്നാലും പോലീസ് ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന വഴികളുണ്ട്. ഞാൻ അതിൻ്റെ എക്സ്പേർട്ട് അല്ല, പക്ഷെ നമുക്ക് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന വഴികളേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ പിന്നെ എക്സ്പേർട്സ്, ഇത് പഠിക്കുന്ന ആളുകളുണ്ട്, ഇതിൻ്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് സംവിധാനങ്ങളുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മൾ ഉപയോഗിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് അവരെയും കൂടി ഇതിനകത്തേക്ക് ഉപയോഗിച്ച് അവരുടെ ഒപ്പീനിയൻ അതിനകത്ത് എടുത്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളത് തന്നെയാണ്. അവിടെ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ശ്രീ രംഗനാഥ്, ബാംഗ്ലൂർ ട്രാജഡിയുടെ പശ്ചാത്തലത്തിൽ ഇനി ഈ വിക്ടറി പരേഡിലൊക്കെ ഇനി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമോ? BCCIക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ട് ഇത്തരം വിഷയങ്ങളിൽ? ഏറ്റെടുത്ത് നടത്തുന്ന കാര്യങ്ങൾ അവർ വളരെ കാര്യമായിട്ട് ഭംഗിയായിട്ട് ആലോചിച്ച് സമയമെടുത്ത് അത് നടത്താനുള്ളൊരു കപ്പാസിറ്റി ഉള്ളൊരു ഓർഗനൈസേഷനാണ് BCCI. പക്ഷേ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ട്രാജഡി വരുന്നത്. പക്ഷേ അതുപോലെയുള്ളൊരു കാര്യം നടത്തുമ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത് ഓർഗനൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്
നടത്തുന്ന സംഘാടകരാണ്. അതിന് BCCAയോ അല്ലെങ്കിൽ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനോ പഴിചാരിയതുകൊണ്ടായില്ല. ഇനിയുള്ള വിക്ടറി പരിപാടികളെല്ലാം, അതാണ് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. മഹേന്ദ്ര സിംഗ് ധോണി നയിച്ച ചെന്നൈ വിജയിച്ചിരുന്നു. അന്ന് ധോണി എന്ന് പറഞ്ഞാൽ കോഹ്ലിയിലും ഒരുപക്ഷെ വലിയൊരു ക്രിക്കറ്ററാണ്. ഇതുപോലെയുള്ളൊരു ആഘോഷമോ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് സംഘടിപ്പിച്ചത്? അവിടെയാണ് ഒരു ചോദ്യം. 18 വർഷമായി, തീർച്ചയായിട്ടും 18 വർഷത്തിന് ശേഷം കപ്പ് നേടുന്ന ഒരു ടീമാണ് RCB. പക്ഷേ RCB അല്ലേ പഴിയാറേണ്ടത്? അപ്പോൾ അത് ഒരു രീതിയിലും ഒരു വിമർശനങ്ങളും RCBക്കെതിരെ വരുന്നില്ല. സംഘാടകർ തീർച്ചയായിട്ടും ക്രിക്കറ്റ് അസോസിയേഷന് യാതൊരു ബന്ധവുമില്ല. അവർ സംഘടിപ്പിക്കുന്നെങ്കിൽ വളരെ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനും സംഘടിപ്പിക്കാനുള്ള സംഘടനാ ശേഷി ക്രിക്കറ്റ് അസോസിയേഷനുണ്ട്. ഓക്കെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് തിക്കിലും തിരക്കിലും പെട്ട് ഇതിനു മുമ്പും ആളുകൾ മരിച്ചിട്ടില്ലേ, കുംഭമേളയിൽ ആളുകൾ മരിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം കൂടി സിദ്ധരാമയ്യ ഉന്നയിച്ചിട്ടുണ്ട്. യുവരാജ് അതിന് ഒരു മറുപടി കൂടി കൊടുത്ത ശേഷം നമുക്കിത് അവസാനിപ്പിക്കാം. അല്ല, അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ കണക്കിനകത്ത് 60 കോടി ആൾക്കാർ വന്നുപോയ ഒരു വലിയ മാമാങ്കമായിരുന്നു. അത് 60 കോടി ആൾക്കാരാണ് വന്നത്. 10-11 പേര് അവിടെ ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യം ഉണ്ടായത് പോലും പോലീസ് പറഞ്ഞത് കേൾക്കാതെ അവിടെ വച്ചിരുന്ന ബാരിക്കേഡുകളെ മറികടന്ന് ചാടി ഓടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അത്രയും വലിയ ഒരു സംഭവം, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഭവം, അത്രയും ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു 45 ദിവസം 50 ദിവസത്തോളം നീണ്ടു നിന്ന ഒരിത്, അത്രയും വലിയ അപ്രീസിയേഷൻ ഇത്രയും ഗംഭീരമായിട്ട് അത് നടത്തിയത്. വളരെ ചെറിയൊരു സ്ഥലത്ത് 60 കോടി ഫുട്ഫാൾ വരുന്ന തലത്തിൽ ഇത്രയും വലിയൊരു പരിപാടി നടന്നാൽ അത്രയും വലിയ അപ്രീസിയേഷൻ വന്നിടത്ത് അത്തരത്തിൽ ചെറിയൊരു സംഭവം വന്നപ്പോൾ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടും ക്ഷമ ചോദിക്കുവാൻ വേണ്ടിയിട്ടും അതിൻ്റെ അധികൃതർ തയ്യാറാവുകയും അതിനെ ഒരു 99.99% വളരെ പെർഫെക്ഷനിൽ നടത്തപ്പെടുകയും ചെയ്തിട്ടുള്ള, ലോകത്ത് ഇന്ന് വരെ അങ്ങനെ ഒരിക്കലും ഒരു സംഘടനയാവട്ടെ ഒരു രാജ്യങ്ങളാവട്ടെ ഇന്ന് വരെയും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഓർഗനൈസിംഗ് ആണ് അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അതിനെ എടുത്തിട്ട് ഒരു തത്വദീക്ഷയില്ലാതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ, ഒരു കൂടിയാലോചനയില്ലാതെ, ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ നടത്തി ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യുന്നതിനകത്തൊന്നും യാതൊരർത്ഥവുമില്ല. ഓക്കെ, ഭ്രാന്തമായ താരാരാധന പുലർത്തുന്നവരോടൊരപേക്ഷ, വിജയാഘോഷം ആവാം, പക്ഷേ സ്വന്തം ജീവൻ അത് കൊടുത്തുകൊണ്ടുള്ള വിജയാഘോഷം വേണ്ട. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.